to completely let go. Clean eye, bright eye, change ആകുന്നത് നിങ്ങൾക്ക് ഐഡിയ കിട്ടണില്ല. പക്ഷെ ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരുപാട് ആൻസേഴ്സ് ഒക്കെ ശരിക്കും ജോലിയും വീടും കാര്യങ്ങളും മക്കളും എല്ലാം ആനന്ദത്തിൽ നിന്നും ആനന്ദാശ്രു എന്നൊക്കെ നമ്മൾ ഭംഗിയാക്കി പറയില്ലേ. ഞാൻ മോഹൻലാലൊക്കെ പറഞ്ഞു ചുമ്മാ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി അവിടെ ഒരു പക്ഷെ പരിഹസിക്കുന്ന അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ കോമൺ സെൻസ് വെച്ചാൽ ചെയ്യണം. ഈ വലിയ ഭയങ്കര യു ക്യാൻ. ഇപ്പം എല്ലാ സൺഡേയും പോലെ തന്നെ ഇന്നും നല്ലൊരു മെഡിറ്റേഷൻ, ആഫ്റ്റർ ദാറ്റ് ചെറിയൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലൂടെ പോയി. ഇപ്പം എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി അവിടെ കണ്ടു. നമ്മളൊരു ഗൈഡ് ടോക്കൻ ഓൾറെഡി ക്രിയേറ്റിവിറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി കണ്ടപ്പം ഞാൻ ജസ്റ്റ് നോക്കിയത് നിങ്ങൾ ചെയ്തതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ എഴുതി വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾ വരച്ചുണ്ടാക്കിയ ആശയത്തെ എക്സ്പ്രസ് ചെയ്യുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നിങ്ങളിൽ എന്ത് കാണുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടായിട്ട് തന്നെ ഇരുന്നേയും കൂടി ഐ വാസ് ജസ്റ്റ് അനലൈസിങ് ആൻഡ് ഒബ്സർവിങ് ഹൗ പീപ്പിൾ ആർ എക്സ്പ്രസിങ് ഇറ്റ്. അപ്പോൾ ഉള്ളിലുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യത്തെ അതിനെ ഒരു ചിത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം വിവരിക്കുമ്പം വർണ്ണിക്കുമ്പം നമ്മളിലെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലെന്തൊക്കെയോ ഉണ്ട്, അത് നേരെ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കുറിച്ചതിന് ശേഷം പറയുമ്പം കുറച്ചുകൂടി കണക്ഷൻ വരും. അപ്പോൾ അത് കവിതയായിട്ട് എഴുതുന്നത് പോലെ തന്നെയാണ് ചിത്രങ്ങളാക്കണത്. ഞാൻ എപ്പോഴും പറയാണ്ട് സ്ക്രിബിളിങ് എന്നത്, ഇൻറ്റ്യൂട്ടീവ് സ്ക്രിബിളിങ് എന്നത് നമ്മളെ മൈൻഡിനെ ഹീൽ ചെയ്യാമെന്ന് മാത്രമല്ല, മനസ്സിലുള്ള കെട്ടിക്കെടുക്കുന്ന എന്തെങ്കിലും നമ്മൾ പുറത്തേക്ക് ഹീൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തോ ഒരു സംഭവം അവിടെ തുറന്നിട്ടുണ്ട്, എന്തോ നമ്മൾ ഇളക്കി വിട്ടിട്ടുണ്ട്, അത് പോയി കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കുക ഹീലിങ്ങിന് ശേഷം ക്രിയേറ്റിവിറ്റി തുറക്കാന്നുള്ള അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. നമുക്കുള്ളിൽ കെട്ടിക്കെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്ത് കളഞ്ഞാൽ അതിന് ശേഷം ഉറവ പറ്റാത്ത എന്തോ ഒന്ന് വരും. പക്ഷെ പല ആൾക്കാർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനോ റിലീസ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് തോന്നി. നിങ്ങൾ ഒരൊറ്റ വട്ടത്തെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വട്ടത്തിനകത്ത് കുറിക്കാനുള്ളത് വ്യത്യസ്തങ്ങളായിരുന്നു. അത് നിങ്ങളുടെ ജീവിത സാഹചര്യമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ വെച്ചിട്ടുണ്ടാവാം. ഈവൻ ജസ്റ്റ് ഒരു സ്മൈലി ചെയ്തപ്പോൾ പോലും എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്നതിന് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് എന്താണോ അവിടെ വരയ്ക്കാൻ തോന്നിയത്, വെറുതെ വരച്ചതാണെങ്കിൽ കൂടി പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാം ശരിക്കും അത് വെറുതെ വരച്ചതല്ല, ഈ വരച്ച് വെച്ചതിനൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് നല്ല ബോറിങ് ക്ലാസ് ആയിരിക്കും. ഹിപ്നോട്ടിക് ട്രാൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരം എന്തോ വലിയ സംഭവം, കഴിവുറ്റ അധ്യാപകരെന്നായിരിക്കും. പക്ഷെ അതൊരു കഴിവാണ്. അപ്പോൾ ഈ ബോറടിക്കുന്ന ക്ലാസ് എടുക്കുന്ന സമയത്തെ ബോറിങ് മാറ്റാൻ വേണ്ടി ടീച്ചറുടെ ആ ബോറിങ് ലൈനിലേക്ക് നമ്മളും അലൈൻഡ് ആയി കഴിഞ്ഞാൽ നമ്മളും ആ ബോറിൽ മിറേഡ് ആവും. അപ്പോൾ നമ്മൾ ആ ബോറിങ് ഇതിലെത്തുമ്പോൾ ആ ബോറടിയോടൊപ്പം നമ്മൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോലെ അറിയാണ്ട് പെന്നൊക്കെ എടുത്തിട്ട് ബെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കുറിക്കും. ചില സമയത്ത് ചിലർക്ക് എത്രത്തോളം കാർപ്പൻട്രി സ്കില്ലുണ്ടെന്നൊക്കെ അപ്പിയാ അറിയാം അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് ബോറടിയാണ്, പക്ഷെ ഒരു ഭാഗത്ത് ബോറടിക്കുമ്പം ഉള്ളിലുള്ള ബോറിങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു ആർട്ടായിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് സ്വന്തം പേര് എഴുതാൻ പോലും താല്പര്യമില്ലാത്തൊരു പേര് എഴുതിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഫസ്റ്റത്തെ എ പിന്നത്തെ ബി ഒക്കെ കട്ടിയിലാക്കി കളറാക്കി അതിൻ്റെ മുകളിലൊരു സൂപ്പർമാനൊക്കെ വരച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഇൻസ്റ്റൻറ്റീനിയസ് ആർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചു വെച്ചാൽ നമുക്ക് ബോറിങ്, ദാറ്റ് മീൻസ് വി ഫീൽ ബോർഡ്. അപ്പം നമ്മൾ ആ ബോറിങ്ങിനെ എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ബ്രെയിന് നമ്മുടെ മൈൻഡ് കണ്ടെത്തുന്ന ഒരു എക്സ്പ്രസീവ് മെത്തേഡാണ് ബോറടിയോട് കൂടി തന്നെ ഒരു അർത്ഥം ഇല്ലാണ്ട് എന്തോ ചെയ്യാന്നുള്ളത്. പക്ഷെ ആ ബോറടിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തോ ഒരു ആർട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ചിലതിന് നമുക്ക് മീനിങ് കൊടുക്കാൻ പറ്റും, ചിലത് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ മീനിങ് കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്തത് നോക്കുമ്പം ഒരു സിമ്പിളി ഒരു വട്ടം എല്ലാവർക്കും തന്നു, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ബട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പം അതിന് നമുക്ക് വേറെ റെലമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത് വിവരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു കാര്യം ചിലരിൽ എനിക്ക് മിസ്സായി തോന്നിയത്, നമ്മളെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അനുവദിച്ച് തന്നിട്ടുള്ള ഒരു അവകാശമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അറിയില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ചില ആളുകൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു പേടി, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ്
എനിക്ക് എക്സ്പ്രസ് ചെയ്യാനൊരു പേടിയുള്ളവരെ എന്തോ ഒരു ഇൻഫീരിയോറിറ്റി ഒക്കെ ഉള്ളതുപോലെ ഞാൻ വരച്ചത് കണ്ടാൽ ആളുകൾ കണ്ട പ്രശ്നമാണോ അതാണോ ഇതാണോ എന്ന രീതിയിലൊരു പിടുത്തം. അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. വി ഹാവ് ടു എക്സ്പ്രസ്. അതിലുള്ള സ്പേസാണിത്. ഇവിടെ നിങ്ങൾ എത്ര ഭംഗിയിൽ വരച്ചു, അതെത്ര കളർഫുള്ളായി, അതിലെ വട്ടം എത്ര വൃത്തിയിലായിരുന്നു, അതിൻ്റെ അകത്ത് വരച്ച പൂച്ച ഏത് കോലത്തിലായിരുന്നു, അതിലെ സൂര്യൻ്റെ ഭാവത്തിൽ എന്താണുള്ളത്, അതൊന്നുമല്ല നോക്കണത്. നിങ്ങൾ കുളമാക്കി വരച്ചാലും ചളമാക്കി വരച്ചാലും നേരാവണ്ണം വരച്ചാലും വരച്ചതല്ല നമ്മൾ നോക്കേണ്ടത്. വരച്ചതിനകത്തൂടെ നിങ്ങൾ പറയാൻ എന്താ ശ്രമിക്കേണ്ടത്, അതാ നമുക്ക് കേൾക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? യാ. അപ്പോൾ അതുകൂടി മാറ്റി വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഫുൾ ഫ്ലെഡ്ജിൽ എത്തുന്നതാണ്. കാരണം ഓൾറെഡി റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്രിയേറ്റിവിറ്റി. നമ്മളെല്ലാവരും ക്രിയേറ്റീവാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളൊരു പക്ഷേ ആ വരയിൽ സംഭവിച്ച വളവ്, തിരിവ്, ഒടിവ്, അതിൻ്റെ കറക്ഷൻ, അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെ നോക്കിയിരിക്കുമ്പം അതിനേക്കാൾ അപ്പുറത്തേക്ക് എക്സാക്ട്ലി എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് എന്തോന്ന് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത വീക്കുകളിലും നല്ല നല്ല ആക്ടിവിറ്റീസ്, ടാസ്കുകൾ ഉണ്ടായിരിക്കും. അത് മാക്സിമം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൂടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നന്നായിരിക്കും. മാത്രമല്ല ധൈര്യപൂർവ്വം നമ്മൾ വന്നിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന സമയത്ത് ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ചിത്രം കാണുമ്പോൾ ചിലർ ചിരിയൊക്കെ വരും. പക്ഷെ ആ ചിരിക്കപ്പുറത്തേക്ക് നിങ്ങളതിനെ വിവരിച്ച് തുടങ്ങുമ്പം എല്ലാവരും സൈലൻ്റ് ആകും. ഓ മൈ ഗോഡ്. പിന്നെ ആരും നിങ്ങളുടെ വരയിലേക്കല്ല നോക്കേണ്ടത്. ചളമായ വരക്കകത്തും വളരെ ഭംഗിയിൽ നിങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു രഹസ്യം കാണുമ്പോൾ മോഡേൺ ആർട്ടൊക്കെ കണ്ടില്ലേ, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണെന്നങ്ങ് ചിന്തിച്ചാൽ മതി. വെരി ഗുഡ്. യാ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എല്ലാ വീക്കിലും ക്രിയേറ്റിവിറ്റി ടാസ്കുകളെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാറുണ്ട്. സോ നെക്സ്റ്റ് വീക്കിലും ഉണ്ടായിരിക്കും. അത് മാക്സിമം അതിൽ ഇഫക്റ്റീവ് ആണ്. കാരണം നമ്മൾ ഈ ഗൈഡഡ് ടോക്കിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലാസ്, ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം നിങ്ങൾ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ലാസ്റ്റ് നടക്കുന്ന Q&Aയും ഈ സെഷനിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വരെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹീലിങ്സ്, ഒരുപാട് ക്ലാരിറ്റി രണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മളെ മനസ്സിൽ മങ്ങിക്കിടക്കുന്ന, മങ്ങലേറ്റ, ഫോഗി ആയിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതൊരു പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടോ മാസങ്ങളിലായിട്ടോ നമ്മൾ അനുഭവിച്ച, നമ്മൾ നേരിട്ട, നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മൾ നേരിട്ട പല വിഷയങ്ങളും പല ഇമോഷണൽ സ്റ്റേറ്റുകളെ കൊണ്ടുണ്ടായിട്ടുള്ള കാർമേഘങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാം. ക്ലാരിറ്റി നഷ്ടപ്പെടുമ്പോൾ ഒന്ന് നമുക്ക് നമ്മളെ തന്നെ സംശയം തോന്നും. അതുമാത്രമല്ല നമ്മുടെ ലൈഫിൻ്റെ ഔട്ട്കമ്മിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ആങ്സൈറ്റി വരും. എന്താ ഇപ്പോൾ സംഭവിക്കുക, ചിലപ്പോൾ ഹോപ്പ് ലൂസ് ചെയ്തതുപോലെ തോന്നും. അവിടെ ആ ഹോപ്പ് ലൂസ് ചെയ്യലും നമ്മളെ ഡൗട്ട് ചെയ്യലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാര്യം പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ദൈവത്തിലുള്ള ഹോപ്പ് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഫെയ്ത്ത് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ചാൽ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഫോഗി ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഗൈഡഡ് ടോക്കിൽ വന്ന് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഈ സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത്, ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന സമയത്ത് ആ ഫോഗ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കാർമേഘം നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് തരുന്ന പേപ്പറിലേക്കോ മറ്റുള്ളതിലേക്കോ നിങ്ങൾ ഈ പകർത്തുന്ന പരിപാടി ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉരുക്കി കളയാനുള്ള എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്ത് ചോർന്ന് കഴിഞ്ഞ ഒരു ആകാശം എത്രത്തോളം ഭംഗിയാവും അത്രത്തോളം ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അടുത്ത വീക്കിലേക്ക് നമുക്ക് എനർജി കിട്ടുന്നു. അതാണ് എല്ലാവരും GTയിൽ വരുമ്പം എക്സ്പീരിയൻസ് ആയിട്ട് പറയാറുള്ളത്. അതുമാത്രമല്ല, നല്ല ഒരു മഴയാണ് പെയ്ത് തോർന്നതെങ്കിൽ അവിടെ കുറച്ച് പ്രകാശം കൂടി, വെളിച്ചം കൂടി, തെളിച്ചം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വർണ്ണശബളമായിട്ടുള്ള റെയിൻബോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ പല വ്യത്യസ്തമായ കളറുകളിലൂടെ, ആംഗിളിലൂടെ നോക്കാനും പറ്റും. ഇതൊക്കെ തന്നെയല്ലേ ആക്ച്വലി GTയിൽ കിട്ടാറുള്ളത്. അപ്പോൾ ഈ പ്രകൃതി എങ്ങനെയാണോ ആ പ്രകൃതി തന്നെയാണ് നമ്മളും. പ്രകൃതിയുടെ പ്രാകൃതത്തിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. പ്രകൃതിയിലുള്ള എല്ലാ അവസ്ഥകളും നമ്മളിലും ഉണ്ട്. ആ അവസ്ഥകൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡിലൂടെ പോകുമ്പം നമ്മളും നേച്ചറുമായിട്ടുള്ളൊരു അലൈനിങ് കൂടി നടക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്കും അതിൻ്റെ മുന്നത്തെ വീക്കിലൊക്കെ നടന്ന പല Q&Aയിലും ആ ചോദ്യോത്തര വേളകളിൽ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഒരുപാട് ആൾക്കാരുടെ ലൈഫും പെട്ടെന്ന് അതിൽ ഷിഫ്റ്റ് വന്നു എന്ന് അറിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ടൂളും ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ പ്രോസസ്സിൻ്റെ ബ്യൂട്ടിയാണ്. റൈറ്റ്. അപ്പോൾ ഏതായാലും ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. GTയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഫ്രഷേഴ്സായിട്ട് വരുന്നവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് വൈ GT, അല്ലേ, എന്തിനാണ് GT എന്ന് പറഞ്ഞത്. പിന്നെ ഇന്ന് സാധാരണ നമ്മൾ 40 പേർക്ക് എൻട്രി കൊടുക്കൽ, ഇപ്രാവശ്യം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൂടിയത് കൊണ്ട് 50 പേർക്ക് നമ്മൾ ലെറ്റിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ കുറേ ഗ്യാപ്പ് ഉണ്ടപ്പോൾ ഞാൻ സാലിക്കിനോട് ചോദിച്ചു, അങ്ങനെയാണ് ഒരു 10 പേർക്ക് കൂടി എൻട്രി കൊടുക്കാറ്. അപ്പോൾ എന്നോട് പറഞ്ഞു മിണ്ടി പോരുത്, കൈഡ് കാണുന്നില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരുത്തരെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോ യൂണിവേഴ്സിലും ഓരോരുത്തരെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെയും സൈഡിലൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണില്ല, എന്നാൽ ഓക്കെ 40ലേക്ക് എന്നെ ചുരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ എല്ലാവരും ഇങ്ങനെ വരുന്നു വെച്ചാൽ അത് ഇഫക്റ്റ് ഇല്ലാണ്ട്, റിസൾട്ട് ഇല്ലാണ്ട്, ഇമ്പാക്റ്റ് ഇല്ലാണ്ട് ആരും വരില്ല. സോ ദർ ഈസ് സംതിങ്. ഇപ്പോൾ ഫുൾ സറണ്ടറൻസോട് കൂടിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ വീക്കിൽ Q&A ഉച്ച വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച വരെ പോയത് കൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ ചില ഏരിയാസൊക്കെ എന്നെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പം പലരും സൈഡിലൂടെ ഇങ്ങനെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു, അടുത്ത ഗൈഡ് ടോക്കിൽ ലവിനെ പറ്റി പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പരിഗണിക്കാം, നോക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ റൂമി നൈറ്റ് കൂടി ആയതുകൊണ്ട് റൂമി നൈറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ ഗൈഡ് ടോക്കിൽ എന്തായാലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കി സാധനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ ഇറ്റ് വാസ് എ ഫെൻറ്റാസ്റ്റിക് നൈറ്റ് ഹിയർ. ഒരുപാട് പാടലും പറയലും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ വൈബാക്കി അവസാനിപ്പിച്ചതാണ്. പക്ഷെ എന്തായാലും അതോടുകൂടി നമ്മൾ കിടന്നുറങ്ങിയതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇറ്റ്സ് അബൌട്ട് ലവ്, റൈറ്റ്. പ്രാക്ടിക്കലി നമ്മളുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഗൈഡഡ് കോഡൊക്കെ ചെയ്യുമ്പോൾ GC ചെയ്തവർക്കറിയാം, നമ്മൾ പറയാറുണ്ട് നമ്മളെ മനസ്സിനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിനെ എങ്ങനെയാണോ ഡിസൈൻ ചെയ്ത് വെച്ചത്, ഡിസൈൻ ചെയ്തത് മീൻസ് അൾട്ടിമേറ്റ് ഡിസൈനർ ആകുന്ന തമ്പുരാൻ നമ്മളെ മനസ്സിനെ ഡിസൈൻ ചെയ്തത് ഏത് ഡിസൈനും സെറ്റ് ചെയ്യാൻ പാകത്തിലാണ്. തമ്പുരാൻ മണ്ണുണ്ടാക്കിയത് അല്ലെങ്കിൽ കളിമണ്ണുണ്ടാക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയും ഡിസൈൻ ചെയ്യാനുള്ള മോഡലിലാണ് കളിമണ്ണിനെ തമ്പുരാൻ പടച്ചവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ മനുഷ്യൻ്റെ മനസ്സും ഡിസൈൻ ചെയ്തിരിക്കുന്ന അൾട്ടിമേറ്റ് ഡിസൈനർ നമ്മുടെയൊക്കെ മനസ്സിനെ എങ്ങനെയും ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ഏത് മോഡിലേക്കും പാകപ്പെടുത്താൻ പറ്റിയ രീതിയിലാണ് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളിപ്പോഴത്തെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാകാൻ സാധ്യതയുള്ള ഒരു കളിമണ്ണ് എന്തുമാക്കാം. നമുക്കതുകൊണ്ട് പാത്രം ഉണ്ടാക്കാം, അല്ലേ? അതുകൊണ്ട് ചട്ടി ഉണ്ടാക്കാം, അതുകൊണ്ട് കലം ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിനൊക്കെ പാകപ്പെട്ട ഒരു മണ്ണ് പോലെ നമ്മളെ മനസ്സിനെ തമ്പുരാൻ സെറ്റ് ചെയ്തിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടപ്പം നിങ്ങൾ നോക്കുക, അതുപോലത്തെ ഒരു കളിമണ്ണായിരുന്നു നമ്മളെങ്കിൽ, നമ്മുടെ മനസ്സെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് നോക്കുമ്പം ഏത് ഷേപ്പിലാണ് നമ്മുടെ ലൈഫ് നിൽക്കുന്നത്? അങ്ങനെയാണ് നമ്മളതിനെ മൗൾഡ് ചെയ്ത്, ശരിയല്ലേ? അത് നമ്മൾ സ്വയം മൗൾഡ് ചെയ്തതാണോ? അല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മളെ ദുനിയാവ് കണ്ട ഈ ലോകത്ത് കണ്ട കാഴ്ചകളും മനുഷ്യരും അനുഭവങ്ങളും കഥകളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ശൈലികളും ശീലങ്ങളും ചിന്തകളും, അല്ലേ, വികാരങ്ങളും അനുഭൂതികളും എല്ലാം കൂടി ചേർന്നിട്ട് എന്ത് കിട്ടിയോ അതാണ് ഇന്ന് നമ്മൾ എന്തായി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര പേർക്ക് ഇപ്പോഴത്തെ ഡിസൈനിൽ നിന്നും അതിനൊന്ന് റീഡിസൈൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്? എല്ലാവരും കൈപ്പൊക്കുമ്പോൾ പൊക്കിയതല്ലോ. കുറച്ച് ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. കാരണം എന്താ അറിയാൻ നോക്കുമ്പോൾ റീഡിസൈൻ ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഓരോരുത്തർ ഇത് കടിച്ചിങ്ങനെ ഇത് മാറ്റി കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നത്. എന്താ നിങ്ങളെ കഥ? ഞാൻ ആലോചിച്ച് നോക്കാണ്. ബാക്കിൽ ഇത് ഒളിച്ചെന്നൊക്കെ തിന്നുന്ന ടീംസ്. പൊതുവെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം നമ്മളെ ലൈഫിൽ ഒരു റീഡിസൈനിങ് ആഗ്രഹിക്കാതെ ആരും ഇവിടെ വന്നിരിക്കൂല, അല്ലേ? എന്തിനാ ചിട്ടിക്കുവാണ് എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തിനാ ചിട്ടിക്കുവാണ് അവിടെ പോയിട്ട് എന്ത് കിട്ടാനാ, അങ്ങനെയുള്ളവർ കിടന്നുറങ്ങും. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം, എന്തെങ്കിലുമൊക്കെ ഒരു ഷിഫ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നോക്കിയേ, അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു റീസ്ട്രക്ചറിങ് ആവശ്യമുണ്ട്, ഒരു റീസെറ്റിംഗ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെ സംഭവിച്ചോ ആ സംഭവിച്ചതിന് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. ഇനി ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡിസൈനർ ഓൾറെഡി അതിനുള്ള ഫുൾ പവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ധാരണ എന്താ പറയുക, നമ്മളൊരു ഒറ്റ ഫിക്സഡ് അച്ചിലാക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്, ഇനി അതിലൊരു മാറ്റമില്ല, അതൊക്കെ വിധിയാണ്. മനസ്സിലായല്ലേ? ചിലർ പണിക്ക് പോവില്ല, ഒരു പണിയെടുക്കൂല. എന്താ വയ്ക്കുക, ഇന്നെ പഠിച്ചോനെ ഇങ്ങനെ ആക്കിയതാണ്.
അത് എവിടുന്നാ പിടിച്ചത് അറിയോ? ആദ്യം പണിക്ക് പോകാതിരിക്കുമ്പോൾ ഉള്ളിലൊരു അപകർഷതാബോധം ഉണ്ടാവും. ഞാൻ മടിയനല്ലേ, ഞാനൊരു പണി എടുക്കുന്നില്ല അല്ലേ. എന്താ മോളെ ഒക്കെ പഠിച്ചു വെച്ചിക്കണ്. അപ്പോൾ നോക്കിയാൽ ചിലർ അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാവും, ഞാനൊന്നും ചെയ്യുന്നില്ലാലോ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും ഇവരിങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഉമ്മയും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പറയാം, എന്ത് ചെയ്യാനാണ്, മക്കളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ, പഠിച്ചോനെ ഓരോരുത്തർ ഓരോ കൊത്തിലായിരിക്കും ഉദ്ദേശിച്ചത്, ഓൻ്റെ കാര്യത്തിൽ പഠിച്ചോനെ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇത് കയറി ഇവൻ പിടിക്കും. ഓക്കെ, ഐഡിയ. അപ്പോൾ ഇത് കേട്ട് ഉടനെ അടുത്ത വന്നിട്ട് പിന്നെ എന്താ മോനെ നന്നായിക്കൂടെ, എനിക്ക് നന്നാവാൻ പൂതിയില്ലായിട്ടില്ല, പഠിച്ചോൻ ഇന്ന അങ്ങനെ ആയിരിക്കും, എൻ്റെ വിധിയായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ പല കാര്യങ്ങളെയും പല ആൾക്കാരും വിധിയാക്കിയിട്ടാണ് വെക്കാറുള്ളത്. പക്ഷെ വിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിധി നമുക്ക് മാറ്റാൻ പറ്റും. കാരണം അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ടാണ് നമ്മളെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കണേ, ലൈഫ് സെറ്റ് ചെയ്തിരിക്കണേ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥന വിധിയെ മാറ്റുന്നല്ലേ, മാറ്റൂലേ അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന ചാരിറ്റികൾ, നന്മകൾ, ഗുഡ് ഡീഡുകൾ, അത് നമ്മളെ വിധിയിൽ മാറ്റം വരുത്തൂലേ? ഇപ്പം തന്നെ തെറിച്ച് പോകേണ്ടതായിരുന്നു, ആർക്കോ എന്തോ ചെയ്തൊരു കർമ്മം കൊണ്ട് പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ എന്ന് പറയാറില്ലേ? ഇതുപോലെ വിധിയെ മാറ്റാൻ പോസിബിളാണ്. കാരണം നമ്മളെ ലൈഫ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഏത് സമയത്ത് ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയിലാണ്. പക്ഷെ പിന്നെ ആരാണ് ഈ വിധി പിടിച്ച് നടക്കുന്ന ആൾക്കാർ? മടി പിടിച്ച ആൾക്കാർ. മടിയന്മാർ മാത്രമേ എന്തിൻ്റെ മുകളിൽ കയറി പിടിക്കുള്ളൂ? വിധി 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 വിധി. അല്ലെങ്കിൽ അറിവില്ലാത്തവർ, അവർക്ക് എന്താണെന്ന് അറിയില്ല. ഉദാഹരണത്തിന് ഒരു മുറിയിലേക്ക് കയറി ചെന്നു, അവിടെ ഫുള്ള് ഇരുട്ടാട്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം നോക്കണം എന്താ, ലൈറ്റ് ഇടാൻ വല്ല സ്വിച്ച് ഉണ്ടോ എന്നാണ്. സ്വിച്ച് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ ഇരുട്ട മുറിയിൽ ഇങ്ങനെ 4-5 ആൾക്കാർ ഇരുന്നിട്ട് പറയണത് എന്ത് ചെയ്യാനാണ്, വിധിയാണ്, ഇവിടെ വെളിച്ചമാണെന്ന് പഠിച്ചവന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല. സംഭവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിമോട്ട് സെൻസർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ലൈറ്റും ഫാനൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആയിരിക്കും. ഇതെന്താന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുട്ടത്തിരുന്നിട്ട് പറയണത് അറിവില്ലായ്മയെ പ്രശ്നം. എന്താണ്? വിധിയാണ് വിധിയാണ് വിധിയാണ്. അപ്പോൾ വിധിയെ മാറ്റൽ പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഈ കളിമണ്ണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഏത് ഷേപ്പിലേക്കും റീഡിസൈൻ ചെയ്യാൻ പറ്റിയ പാകത്തിലാണ് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം അത് പോസിബിൾ ആണ്. അപ്പോൾ അത് ആ മാറ്റത്തിരുത്തലുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗൈഡഡ് കോഡിലൊക്കെ നമ്മളെ ആ ഡിസൈനുകൾ, നമ്മൾക്ക് ഓൾറെഡി ഉറച്ചു പോയ സാധനത്തെ ഒന്ന് ലൂസാക്കണം അല്ലേ? ഒരു കളിമണ്ണോട് ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യണം, അതിനെ മൊത്തം ലൂസാക്കണം, എന്നിട്ട് റീകൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് നമ്മളെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, റീഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആക്കി, ലൂസാക്കി, ഫ്ലൂയിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഫ്ലൂയിഡിറ്റിയിലേക്ക്, നമ്മുടെ ഫിക്സഡ് സ്ട്രക്ചറിൽ നിന്നും ഉറച്ചു പോയ നമ്മളുടെ ഫിക്സഡ് ആയിട്ടുള്ള സോളിഡിറ്റിയിൽ നിന്നും നമ്മുടെ ഫ്ലൂയിഡിറ്റിയിലേക്ക് നമ്മൾക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ടൂളോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ, അതാണ് ലവ്. ഇത് പറയാനപ്പോൾ എത്രയും കഷ്ടപ്പെട്ട്. പോയിന്റ് മനസ്സിലായണോ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും അവരെ ഉറച്ച തീരുമാനങ്ങളിൽ മാറ്റം വരണമെങ്കിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. രാവിലെ 10 മണിക്ക്, അത് കുറച്ച് കൂടി പോകും, രാവിലെ 8 മണിക്കല്ലാണ്ട് ഉറങ്ങി എണീക്കൂല. അത് കുറച്ച് കുറഞ്ഞോയോ? 9 പിടിക്കാം. രാവിലെ 9 മണിക്കല്ലാണ്ട് ഉറങ്ങി എണീക്കില്ല. കാലാകാലമായിട്ടുള്ള ശീലമാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പം എന്താ പറയും? ഇനി ഓൻ മാറണമെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണം. എന്താ പെണ്ണ് അലാറേറ്റാ വരുന്നത്? ഞാൻ നേരത്തെ എണീക്കലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണ് വരണം. അപ്പോൾ പെണ്ണ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെണ്ണ് വരുമ്പോൾ ആരും അലിഞ്ഞു പോകും. സ്നേഹം കൊണ്ട് ആരെങ്കിലൊക്കെ വരണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരാളുടെ ശൈലികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുക? അവരുടെ ആ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നും അവരൊന്ന് ഫ്ലൂയിഡായി മാറുന്നുണ്ട്. സ്നേഹം കൊണ്ട് തൊടുമ്പം, സ്നേഹം കൊണ്ട് സ്പർശിക്കുമ്പം ഉറച്ചതിനൊക്കെ നമുക്ക് അലിയിച്ച് കളയാൻ പറ്റും.
എന്നാൽ കോപം കൊണ്ട് ക്രോധം കൊണ്ട് നമ്മൾ എന്തിനെങ്കിലും തൊടാണെങ്കിൽ അത് കരിച്ച് കളയും. തീ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫയർ. ഒരാൾ ക്രോധത്തിലാകുമ്പോൾ, രൗദ്രഭാവത്തിലാകുമ്പം, ദേഷ്യത്തിലാകുമ്പോൾ, മുന്നത്തെ ഒരു ചീട്ടിൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കാം, ദേഷ്യത്തിലാകുമ്പോൾ അവർ നാറിലാണ്. നാർ മീൻസ് നരകം, ചൂട്, ക്രോധം, അതിലാണ്. അപ്പോൾ ഒന്നുകിൽ എന്തിനെങ്കിലും പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് കരിച്ച് കളയാം. അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്താ, അതിന് നമുക്ക് അലിയിച്ച് കളയാം. അപ്പോൾ അലിയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കരിച്ചിലാണോ ഇഷ്ടം, അലിവാണോ ഇഷ്ടം? എല്ലാവർക്കും അലിവല്ല ഇഷ്ടം. അപ്പം വേദനകളൊക്കെ അലിയിച്ച് കരയലല്ലേ നമ്മൾ കരയാന്ന് പറഞ്ഞാൽ. എന്നാൽ ചില സംഭവങ്ങളുണ്ട്, ഇനി മേലാലെങ്ങാനും 9 മണിക്ക് എണീറ്റാൽ എന്ന് ഞെട്ടിച്ച് ദേഷ്യത്തോടുകൂടി പറഞ്ഞാൽ അതോടുകൂടി ചിലപ്പോൾ എണീക്കും. പക്ഷെ അവിടെ ഒരു ട്രോമ ഉണ്ടാവും അല്ലേ? കാരണം 6 മണിയാകുമ്പോഴത്തേക്ക് അലാറം ഇല്ലാണ്ട് ഉള്ളിലൊരു രൗദ്രഭാവം ഇങ്ങനെ അലാറായിട്ട് വരുള്ളൂ, റിമൈൻഡറായിട്ട്. അപ്പോൾ അതൊരു ട്രോമയാണ്. എന്നാൽ അതേ സമയത്ത് ഒരു ട്രോമയും ഇല്ലാണ്ട്, ഒരു വേദനയും ഇല്ലാണ്ട്, ഒരു പരാതിയും ഇല്ലാണ്ട് നമുക്ക് നമ്മളെ റീഡിസൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് സ്നേഹം എന്ന് പറയുമ്പം, സ്നേഹം അലിവിലൂടെയാണ് ആളുകളെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹത്തെ പഠിക്കണം, സ്നേഹത്തെ പിടിക്കണം. സ്നേഹം പഠിക്കാൻ വളരെ സുഖമാണ്, പക്ഷെ സ്നേഹം പിടിക്കാനാണെന്ത് പ്രശ്നം? അറിയില്ലേ? സ്നേഹം ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. സ്നേഹത്തെപ്പറ്റി പറയാൻ വളരെ എളുപ്പമാണ്, സ്നേഹത്തെപ്പറ്റി കേൾക്കാൻ നല്ല രസമാണ്, ഒക്കെ തന്നെയാണ്. പക്ഷെ സ്നേഹം പിടിക്കുക, സ്നേഹം ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗമാണ്. കാരണം സ്നേഹം ഹോൾഡ് ചെയ്യണമെങ്കിൽ, എത്ര പേർക്ക് സ്നേഹം ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? ഇപ്പം ഞാൻ എന്തോ വെച്ചാൽ ഇങ്ങനെയല്ലേ, എന്നാലും നിങ്ങൾ കൈ പൊക്കിക്കോട്ടെ, എനിക്കൊരു എനർജിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ. കാരണം ചില ആൾക്കാർ ഇപ്പോഴും ആ പൊരിച്ച പത്തിരിയോടുള്ള സ്നേഹം തീർത്തിട്ടില്ല. ചില ആൾക്കാർ വിട്ടുപോയാലും നമ്മൾ മനസ്സിലവരുള്ളതുപോലെ ചിന്തിക്കും, കഴിഞ്ഞിട്ട് നിന്നിട്ടും ഇങ്ങനെ ഇതിലാണ്. ഓക്കെ, അപ്പം സ്നേഹം ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെന്നവരാ നമ്മൾ. പക്ഷെ പലർക്കും ഹോൾഡ് ചെയ്യുമ്പോഴുള്ളൊരു പേടിയുണ്ട്, ഇത് വിട്ടുപോകോ എന്നുള്ള പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ മുറുക്കി പിടിക്കും. അതിൻ്റെ ഇടയിൽ ആ സ്നേഹം ചത്തുപോയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനൊന്നും സ്നേഹിക്കരുത്, അത്രക്കുണ്ട്, അല്ല വേദനിക്കുന്നത്. നമുക്ക് ഒരാളോട് സ്നേഹം കൂടുമ്പോൾ അവർ നമ്മളെ വിട്ടുപോകരുത് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുറുകെ പിടിക്കും അല്ലേ? ആ മുറുകെ പിടിക്കുന്ന സമയത്ത് അവിടെ സ്നേഹത്തിൻ്റെ പാടുകൾ ഉണ്ടാവും. അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം ഇവിടെ സ്നേഹം ഹോൾഡ് ചെയ്യണമെങ്കിൽ, സ്നേഹം നമുക്ക് നിലനിർത്തണമെങ്കിൽ അത് മുറുകെ പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ അലിവോടുകൂടി കനിവോടുകൂടി നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ സ്നേഹം എങ്ങനെ പിടിക്കണം എന്ന് പഠിക്കണം. എന്ത് പഠിക്കണം? സ്നേഹം എങ്ങനെ പിടിക്കണമെന്ന് പഠിക്കണം. എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ, എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ, കേൾക്കാൻ വളരെ സുഖം. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ? ഒരുപോലെ കൊടുക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാളിൽ എല്ലാവർക്കും ഒരുപോലെ ആ സ്നേഹം കൊടുത്തത്. പക്ഷെ കൊടുത്തു വന്നപ്പോൾ തിരിച്ച് കിട്ടുന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മോണിറ്ററൊക്കെ വെച്ച് ഇത് 2 ഡിഗ്രി മതി, ഒരു നമ്മളെ കല്യാണത്തിന് ഇതൊന്നും വരാത്തവർ ഒരിക്കൽ 1.5 ഡിഗ്രി കൊടുത്താൽ മതി. ഒക്കെ അങ്ങനെ തന്നെയാണ്. ആരൊക്കെ വിളിക്കണം, ഇവരെ വിളിച്ചാൽ മറ്റവരെ വന്ന് പോയിക്കോട്ടെ, അത് മറ്റേ ആ പരിപാടിക്ക് മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു, സ്നേഹം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ടായില്ല, ഒരു പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളറിയാതെ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലേക്ക് നമ്മൾ തീരുമാനിക്കും. എത്ര ഡിഗ്രിയിൽ കൊടുക്കണം, എത്ര ഡിഗ്രിയിൽ കിട്ടുന്നു, ഇങ്ങനെ. അപ്പം സ്നേഹം എങ്ങനെ കൊടുക്കണം, എങ്ങനെ നിലനിർത്തണം എന്ന് ഞാൻ പറഞ്ഞു, അത് ശരിക്കും നമ്മളത് പഠിച്ചെടുക്കണം, അതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അതിതീവ്രമായിട്ടല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ആ സത്യം അടുങ്ങുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് 2 ചീറ്റിൽ Q&A പറഞ്ഞു പോയതുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് പോകാമെന്ന്. സ്നേഹം പഠിക്കണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റില്ല. സ്നേഹത്തിനോട് തന്നെ ചോദിക്കണം, നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന്. എങ്ങനെ? നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരുമോ? കാരണം ആർക്കും തിരിയാത്തൊരു സാധനമാണ്. കാരണം സ്നേഹം പഠിച്ചു എന്ന് പറഞ്ഞവരൊക്കെ തന്നെ സ്നേഹം കൊണ്ട് മടുത്തു പഠിച്ചവരാണ്. പഠിച്ചു, നമിച്ചു,
എന്താ സ്നേഹത്തിൻ്റെ കാര്യം പറയണ്ട, ഏകദേശമൊക്കെ തീരുമാനമായി. അപ്പം മടുപ്പുളവാക്കുന്ന പഠനങ്ങളാണ് എല്ലാവരുടെയും കൺക്ലൂഷൻ. വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്നേഹത്തിൻ്റെ പാടുകളുണ്ട്. അത് മിക്കവാറും ഞാൻ പറയില്ലേ കഷ്ടപ്പാടായിരിക്കും. അപ്പം എനിക്കെന്താ സ്നേഹം എന്നറിയോ? നമ്മൾ കുറേ ആൾക്കാർക്ക് കൊടുത്തതാണ് ബോസ്, നമ്മൾ അറിഞ്ഞതാണ് ബോസ്, നമ്മൾ പഠിച്ചു ബോസ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. നമ്മൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നതോ നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും കാട്ടിയത് കൊണ്ടോ ഒന്നും തന്നെ സ്നേഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തോട് തന്നെ പോയി ചോദിക്കണത്, സ്നേഹമേ കനിഞ്ഞാലും സ്നേഹമേ പറഞ്ഞാലും എങ്ങനെയാണ് ഞാൻ നിന്നെ അറിയേണ്ടത്, എങ്ങനെയാണ് ഞാൻ നിന്നെ പിടിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ നിന്നെ നൽകേണ്ടത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്നേഹം നല്ല മധുരമുള്ള സംഭവമാണ്. പക്ഷെ സ്നേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്നേഹത്തിന് മാത്രമേ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ. ഏതുപോലെ ഈ ലോകം സുന്ദരമാണ്, ഈ ലോകം നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഈ ലോകം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിനും കണ്ട് ആസ്വാദനത്തിനും ആനന്ദത്തിനും പിറകെ തുറന്ന മനസ്സോടും നിഷ്കളങ്ക മനസ്സോടു കൂടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ഈ ലോകം എവിടേക്കോ നമ്മളെ വേദനിപ്പിക്കുന്നു, ഈ ലോകം എവിടേക്കോ നമ്മളെ ചതിക്കുന്നു, എവിടേക്കോ നമ്മളെ പറ്റിക്കുന്നു. അപ്പോൾ സുന്ദരമായ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിലേക്ക് ആവേശത്തോടു കൂടി നിഷ്കളങ്കമായിട്ട് ഇറങ്ങി ചെല്ലുന്നു. പക്ഷെ ലോകം തിരിച്ചു തരുന്നത് വേദനയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകം സുന്ദരമാക്കി വെച്ചത്? നമ്മളെ പറ്റിക്കാനാണോ? അപ്പോൾ നമുക്ക് തോന്നും സംഭവമൊക്കെ ശരിയാണ്, എല്ലാം കളർഫുള്ളാണ്. അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല. ജീവിതം കൊണ്ട് പഠിച്ചു, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ നമ്മൾ ശരിക്കും തിരിച്ചു മനസ്സിലാക്കേണ്ടത് എന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുമ്പോഴും മിന്നാത്ത പൊന്നുകളും ഉണ്ട് അല്ലേ? ചിലപ്പോൾ മിന്നിക്കൊള്ളണമെന്നില്ല, മിന്നാത്ത പൊന്നുകളും ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ലോകം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പം ലോകത്തോട് നമ്മൾ എന്താ ചോദിക്കുക? ഈ ലോകം ഫുള്ള് ചതിയാണ്, ഈ ലോകത്ത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സമാധാനമൊന്നും കിട്ടൂല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് കിട്ടാത്തത് കിട്ടാൻ എവിടെ പോകണം? ഈ ലോകത്തുനിന്നും എസ്കേപ്പ് ചെയ്ത് പോകണം. അപ്പോൾ പോണോടത്ത് കിട്ടും സുഖവും സന്തോഷമൊക്കെ. പോണോടത്ത് കിട്ടും സുഖം സന്തോഷമൊക്കെ എന്നാണ് പലരും സമാധാനത്തോട് കൂടിയിട്ട് സമാധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പറയല്. ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിക്കാറുണ്ട്. എന്നാൽ എത്ര പേര് ചിന്തിക്കുന്നു ഈ ലോകം ഇങ്ങനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഈ ലോകത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തെ ആസ്വദിക്കേണ്ടത്, ഈ ലോകത്തിൽ നിന്നും ആനന്ദം നിർവൃതി നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് നമ്മളായിട്ട് ഇറങ്ങി തിരിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനറില്ലേ, അങ്ങേരോട് പോയി ചോദിക്കുക, ഇത് ഫുള്ള് ടെററാണല്ലോ. അപ്പോൾ ഡിസൈനർ ചോദിക്കും, എന്ത് ടെറർ? ഇത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കാർ ഇടിച്ച് മറിഞ്ഞ്. ഏത് ഗെയിമാണ് കളിക്കുന്നത്? GTA കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റൂൾസൊക്കെ അറിയാം? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ഡിസൈൻ ചെയ്താണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ എടുത്ത് പോയത്. ആ ഗൈഡൻസ് എടുക്കുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കൊള്ളാട്ടോ. അപ്പം അറിയാൻ പോകുമ്പോൾ നല്ല ത്രില്ലില്ലേ? റോളർ കോസ്റ്ററിലൊക്കെ കയറിയപ്പോൾ ഇപ്പോൾ വൈബായി സെറ്റായി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിത്തം കിട്ടി. അപ്പോൾ അത് എവിടെ പോയി ചോദിക്കണം? ആരാണോ ഡിസൈൻ ചെയ്തത് ഡിസൈനറെ അടുത്ത് പോയി ചോദിക്കണം. ഇതുപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴും സ്നേഹം എന്നൊരു അനുഭവമുണ്ട്. പക്ഷെ അനുഭവം ആസ്വദിക്കാൻ പോകുമ്പോഴേക്ക് പലർക്കും കിട്ടുന്നത് മുറിവുകളാണ് അല്ലേ, നഷ്ടങ്ങളാണ്, കഷ്ടങ്ങളാണ്, തേയ്പ്പുകളാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് എന്താണ്? സ്നേഹമൊക്കെ ചതിയാണ് എന്നാണ് പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ സ്നേഹത്തിന് നേരത്തെ ലോകത്തിൻ്റെ കഥ പറഞ്ഞ പോലെ സ്നേഹത്തെ സൃഷ്ടിച്ചതാരോ ആ സ്നേഹത്തിൻ്റെ ഡിസൈനർ എടുത്ത് പോകണ്ടേ നമ്മൾ. എന്താണ് സ്നേഹം എന്നറിയാൻ? എത്ര പേര് സ്നേഹത്തെ അറിയാൻ, സ്നേഹത്തെ പഠിക്കാൻ, സ്നേഹത്തെ പിടിക്കാൻ സ്നേഹത്തിൻ്റെ ഡിസൈനർ എടുത്ത് പോകുന്നുണ്ട്? എല്ലാവരും പരാതി പറയാനാണ് പോണത്. എന്ത് ലാപ്ടോപ്പ് അതൊന്നും വർക്കാവണില്ല, ഒന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാങ്ങുന്ന സമയത്ത് മാനുവല് നമുക്ക് നന്നായിട്ട് പറഞ്ഞുതരും. ഒരു കാറൊക്കെ വാങ്ങിക്കുമ്പോൾ ഷോറൂമുകാർ കറക്റ്റ് പറഞ്ഞുതരും, മാഡം ഇത് ഇങ്ങനെയാണ്, ഇത് ഡീസലിൽ ഓടുന്ന വണ്ടിയാണ്, ഇത് ഇത്ര കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾ ഫസ്റ്റ് സർവീസിന് കൊണ്ടുവരണോ. ഇത് കിട്ടിയ ആവേശത്തിൽ അതൊക്കെ കേൾക്കുന്നുണ്ടോ നമ്മൾ? ഓക്കെ എവിടെ ഒപ്പിടേണ്ട അവിടെ, എവിടെ ഒപ്പിടേണ്ട ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ കേൾക്കാതെ നമ്മൾ ആ ആവേശത്തിൽ അങ്ങ് ഇറങ്ങിച്ചാടാണ്. ജീവിതം കണ്ട സന്തോഷത്തിൽ, ലോകം കണ്ട സന്തോഷത്തിൽ നമ്മൾ ഭ്രമിച്ചങ്ങ് ഓടുകയാണ്. ഇതിൻ്റെ മാനുവൽ എന്താണ്, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല.
പിന്നെ കേടാവുന്ന സമയത്ത് നേരെ പറ്റി എന്ത് പ്രൊഡക്റ്റ് ആണോ ഇതിനാണോ എന്നോട് ഇത്രയും പൈസയും വാങ്ങിച്ചതെന്ന് പറയുന്നത് നമ്മൾ എറിയാനാണ് തയ്യാറാവുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഇതിൻ്റെ മാനുവൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഡിസൈനർ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് എടുത്ത് എക്സ്പെർട്ടിസത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പല ആൾക്കാരും പോവാറില്ല എന്നുള്ള. അതുകൊണ്ട് ഞാനിപ്പോഴും പറയാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് കേടാകുമ്പോൾ അതിന് പണി കിട്ടുമ്പോഴല്ല വർക്ക്ഷോപ്പ് കയറ്റേണ്ടത്. അങ്ങനല്ലേ? ഓൾറെഡി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ യൂസിങ് സ്മൂത്തർ ആകാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ മെയിൻ്റനൻസിലൂടെ റിപ്പയറിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ഇതേപോലെ സ്നേഹം എന്ന വികാരത്തെ മനുഷ്യന് ദൈവം സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് അവനെ നാശത്തിലാക്കാനല്ല, അവനെ കഷ്ടത്തിലാക്കാനല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അമൃതും മരുന്നുമാണെന്ത്? സ്നേഹമെന്ന് പറയുന്നത്. പക്ഷെ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് അതിൻ്റെ പേരിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് പൊസസീവ്നെസ് വന്നിട്ട്, ശത്രുത വന്നിട്ട്, പോയിസണസ് തോട്ടുകൾ വന്നിട്ട്, ടോക്സിക് തോട്ടുകൾ വന്നിട്ട് ഒരുപാട് കുടുംബങ്ങൾ കലഹത്തിലായത്. സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ പേരിലാണ്, പല പല ഡൈമെൻഷൻസിലാണ് അത് ഫങ്ഷൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സ്നേഹം അറിയണമെങ്കിൽ സ്നേഹത്തിൻ്റെ ഡിസൈനറുടെ അടുത്ത് പോകണം. സ്നേഹത്തിൻ്റെ ഡിസൈനറുടെ അടുത്ത് പോയി നോക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാവും? ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ്. എന്താണത്? സ്നേഹത്തിൻ്റെ ഡിസൈനറുടെ അടുത്ത് പോയിട്ട് സ്നേഹം എന്താന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് സ്നേഹവും സ്നേഹത്തിൻ്റെ ഡിസൈനറും രണ്ടും രണ്ടായിരുന്നില്ല, രണ്ടും ഒന്നായിരുന്നു. അപ്പോഴാണ് മനുഷ്യൻ തിരിച്ചറിഞ്ഞത്, സ്നേഹമേ നീ ആയിരുന്നോ അവൻ, തമ്പുരാനെ നീ ആയിരുന്നോ സ്നേഹം. അപ്പോൾ പലരും ചോദിക്കുകയാണ്, എനിക്ക് തമ്പുരാനെ അറിയണം, എനിക്ക് സ്നേഹത്തെ അറിയണം. രണ്ടും ഒന്നാകുന്ന ഒരു നിമിഷമുണ്ട്. അതിൻ്റെ രഹസ്യം മനസ്സിലാക്കുമ്പോൾ മാത്രമേ വധൂതായവൻ ആരാണ്, സ്നേഹമായവൻ ആരാണ്, എല്ലാത്തിൻ്റെ അർത്ഥവും സ്നേഹമാണ് അഖില, എല്ലാത്തിലും കുടികൊള്ളുന്നത്, എല്ലാത്തിൻ്റെയും മരുന്ന്, എല്ലാത്തിലെയും അമൃത് സ്നേഹമാണെന്ന് അറിയുമ്പോൾ അതെന്താ അങ്ങനെ? അത് കവിഭാഷയിൽ പറഞ്ഞു വെച്ച ഒരു ഭാവനാത്മകമായിട്ടുള്ള എന്തോ സാധനമല്ലേ? ആ ഭാവനാത്മകമായിട്ടുള്ള വിഷയം നമ്മളിലെ ഭാവമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ രഹസ്യമാണ്. പറയാറുണ്ടല്ലോ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ പ്രകാശമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്നേഹം, പ്യുവറസ്റ്റ് ആയിട്ടുള്ള സ്നേഹം, സത്യസന്ധമായിട്ടുള്ള സ്നേഹം, നന്മയിലൂന്നിയിട്ടുള്ള സ്നേഹം, ആ സ്നേഹം എവിടെ ഉണർന്നാലും അവിടെ പ്രകാശം ഉണ്ടാവും. ശരിയാണ്. എവിടെയാണ് ഏറ്റവും സംശുദ്ധമായിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ടുകളോ ഒരു മാനിപ്പുലേറ്റീവ് ഇൻറ്റൻഷനോ ഒന്നുമില്ലാത്ത സ്നേഹം എവിടെ ഉണരുന്നുവോ അവിടെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പം ദൈവം പ്രകാശമാണ്, ബ്രഹ്മം പ്രകാശമാണ്, ഓൾമൈറ്റി നൂറാണ് എന്ന് പറയുമ്പം എന്താണ് ആ നൂറ് എന്ന് പറയുമ്പോൾ CFL ലൈറ്റ് പോലെയാണോ, സൂര്യപ്രകാശം പോലെയാണോ, ബൾബ് പോലെയാണോ, ഫ്ലൂറസൻ ലൈറ്റ് പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ നമ്മൾ ഉദ്ദേശിച്ച കണ്ണുകൊണ്ട് കാണുന്ന ഈ ലൈറ്റ് പോലെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ചില പ്രകാശമുണ്ട്, ചില പ്രകാശമല്ല, ഒരേ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം നിങ്ങൾ ഉദ്ദേശിച്ച ഈ കണ്ണ് അല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് കാണുന്ന ലൈറ്റ് അല്ല. ചില പ്രകാശം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അനുഭൂതിയാണ്, അനുഭവമാണ്. ആ പ്രകാശത്തെ ദർശിക്കാനാവില്ല, സ്പർശിക്കുന്നതാണത്, അനുഭവിക്കുന്നതാണത്. അപ്പോൾ ആകാശഭൂമികളുടെ പ്രകാശമാണെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണ് ഏത് ലൈറ്റായിരിക്കും ഇപ്പം അത്. തൂണിലും തുരുമ്പിലുമൊക്കെ ആ പ്രകാശം കുടികൊള്ളുന്നു, ആ പ്രകാശത്തിൻ്റെ ഗൈഡൻസ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, എന്നിട്ട് ഇവിടെ ഒന്നും ലൈറ്റ് കാണുന്നില്ലല്ലോ, അപ്പോൾ അതെവിടെ പോയി? അപ്പോൾ പറയും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണത്, ഈ കണ്ണുകൊണ്ട് ദർശിക്കാൻ പറ്റാത്തതാണത്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് ദർശിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ഏത് കണ്ണാണുള്ളത്? അപ്പം ജ്ഞാനികളായിട്ടുള്ള ആളുകൾ പറയും അകക്കണ്ണ്, അല്ലേ, തൃക്കണ്ണ്, അകക്കണ്ണ്, മനക്കണ്ണ്, ഹൃദയത്തിൻ്റെ കണ്ണ് എന്നൊക്കെ പറയും. അപ്പം അകക്കണ്ണ് കൊണ്ട് ദർശിക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ച കൊണ്ടുള്ളതേ അല്ല അത്. അപ്പം ദൈവം പ്രകാശമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെയാണ് ആദ്യത്തെ തിരുത്ത്. ആ തിരുത്ത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, മനക്കണ്ണ് കൊണ്ട്, അകക്കണ്ണ് കൊണ്ട് അനുഭവിക്കേണ്ടതാണെങ്കിൽ ആ സ്നേഹം, ദിവ്യ സ്നേഹം എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കാഴ്ചയും, ഈ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ കാഴ്ചകളും മങ്ങുകയും ആ സ്നേഹം നിങ്ങളിൽ ഉണരുന്ന സമയത്ത്
ജ്ഞാനപ്രകാശം നിങ്ങളിലേക്ക് പ്രവഹിക്കും. ആ സ്നേഹത്തിലേക്ക് ചേർന്നിരിക്കുമ്പം എന്താണ് ഇൽമ്, എന്താണ് അറിവ്, എന്താണ് ജ്ഞാനം, അത് ദൈവത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങളിലേക്ക് അനന്തമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ, തെളിച്ചത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, വിവേകത്തിൻ്റെ അംശങ്ങൾ ഇങ്ങനെ ധാരധാരയായിട്ട് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ എവിടെയും പഠിച്ചില്ല, ഞാൻ എവിടെയും വായിച്ചില്ല, എന്നിട്ട് കൂടി ഞാൻ എന്തൊക്കെയോ അറിയുന്നു, ഞാൻ എന്തൊക്കെയോ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും കണ്ടെത്തുന്നതും ദിവ്യപ്രകാശത്തിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള അനുഭവങ്ങളാണ്. അപ്പം സ്നേഹം എന്ന് പറയുന്നത് ജ്ഞാനത്തിലേക്ക് വഴി നടത്തുന്നതെന്തോ അതാണ് സ്നേഹം. ഇരുട്ടിലേക്ക് വഴി നടത്തുന്നത് എന്തല്ല? സ്നേഹമല്ല. അപ്പം നിങ്ങളെ ജ്ഞാനത്തിലേക്ക് വഴി നടത്തുന്നവനാണല്ലോ ഗുരു, വെളിച്ചത്തിലേക്ക്. നമ്മൾ പറയാറില്ലേ, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അജ്ഞതയിൽ നിന്നും അറിവിലേക്ക്, മോർട്ടാലിറ്റിയിൽ നിന്നും ഇമ്മോർട്ടാലിറ്റിയിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ഇതിലേക്ക് നയിക്കുന്നത് എന്തോ അതാണ് ഗുരു. അപ്പോൾ ഗുരുവിനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു തരുമ്പോൾ, ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഏതോ മനുഷ്യൻ എന്നാണ് ആലോചിച്ചിരിക്കണേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, ജ്ഞാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏക ഗുരു എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാകുന്ന ഗുരുവാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മയിൽ നിന്നോ നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്നോ ഗുരു സമാനരായിട്ടുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ കസിൻസോ ആരുമായിക്കൊള്ളട്ടെ, അത് അവരിൽ നിന്നും ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പകർച്ച, അതിൻ്റെ ഒരു പകർപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ ഞാൻ പറയും ആ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, തെളിച്ചത്തിലേക്ക് നയിക്കുന്ന, വിവേകത്തിലേക്ക് നയിക്കുന്നത് എന്തോ അതാണ് സ്നേഹം. അല്ലാണ്ട് ഇരുട്ടിലേക്ക് നയിക്കുന്നതല്ല. നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന, സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നതിലേക്ക് നയിക്കുന്നതല്ല. നിങ്ങൾക്ക് ജ്ഞാനം സിദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തെ പിടിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തെ അറിയേണ്ടത്, അന്വേഷിക്കേണ്ടത് സ്നേഹത്തിൻ്റെ അടുക്കൽ തന്നെയാണ്. നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നു. അതിൻ്റെ കൂടെ ഒരൊറ്റ ചോദ്യം ഞാൻ ചേർത്ത് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേര് സ്നേഹത്തെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങൾ ഒരാളോട് പറയാണ്, എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി, അങ്ങനെ പറയില്ലേ? എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് നമുക്ക് എന്താ തോന്നുക? ഇൻ്റെതോ, എന്നോടോ ഇത്ര വില ഉണ്ടോ? എൻ്റെ സ്നേഹം മതി എന്ന് പറയുമ്പം കേൾക്കുന്ന ആൾ എങ്ങനെയാണ് അറിയത് പ്രോസസ്സ് ചെയ്യണത്? എനിക്കത്ര വില ഉണ്ടില്ലേ എന്നാ എന്നാ ചോദിച്ചത്? മണ്ടാ നിന്നെയല്ല, നിന്നിലെ. ഇപ്പം എന്നോട് ഞാൻ ചോദിക്കാം, എൻ്റെ അടുത്തൊന്നും എന്താ സൈമ വേണ്ടത്? ഗൈഡിൻ്റെ വിസ്ഡം എന്ന് പറയുമ്പോൾ എന്നെയാണോ ചോദിച്ചത്? അപ്പോൾ ഗൈഡിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നെയാണോ ചോദിച്ചത്? നമ്മൾ നേരെ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കണത്? എനിക്ക് നിങ്ങളെ സ്നേഹം ഇല്ലാണ്ട് പറ്റൂല, ഓക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാണ്, അതോടുകൂടി നിങ്ങൾ കഷ്ടത്തിലായി. ആദ്യമൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും, പിന്നാണ് എന്ത് ചെയ്യുക, കഷ്ടത്തിലായി പോണ അവസ്ഥയിലാകാം. അപ്പം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിയെ അപഹരിക്കുക എന്നല്ല, വ്യക്തിയിലുള്ള സ്നേഹത്തെ സ്വീകരിക്കുക എന്നതാണ്. അത് സംഭവിക്കാത്തോടത്തോളം കാലം സ്നേഹിച്ച് 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 നിങ്ങൾ വ്യക്തി ഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയില്ല. എന്നിട്ട് പറയും, മുത്തേ ഇന്നെങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ. ആദ്യം ഭയങ്കര രസമാണ്, കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കൊന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പം സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചെന്താ, സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്കുകളൊന്നും പറയരുത്, മോശമായ വാക്കുകളൊന്നും പറയരുത്. അത് മാത്രമല്ല, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാചകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെ സ്ട്രക്ചറുകളിൽ പോലും എന്ത് വരണം? സൂക്ഷ്മത വരണം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ റിച്വൽസിലൂടെ കടന്നു പോകുന്നു. ഈ കർമ്മങ്ങളൊക്കെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന സ്നേഹമായ അവസ്ഥയിലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു സ്കൂളിലും പോകാതെ ഒരു മലയാളം ക്ലാസ്സിലും പോകാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ വാക്കുകൾക്കിടയിലൂടെ എന്താണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ബോധം വരും. പലരും കേട്ട് ശീലിച്ചത് ആവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പം ഒരാൾക്ക് സ്നേഹം വന്നു കഴിഞ്ഞാൽ, സ്നേഹത്തിലായി കഴിഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കോപ്പി അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടി നമ്മളെ വക ആഡ് ചെയ്യും. ആൻഡ് മൈ ഡിയർ, യു ആർ മൈ സോൾ. എവിടെ പോകുമ്പോഴും നിന്നെ അല്ലാണ്ട് എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെയാണ് അതിനെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്നേഹത്തെ അന്വേഷിക്കേണ്ട, സ്നേഹത്തെ കാണേണ്ടിടത്ത് സ്നേഹം കൊടുക്കുന്ന ആളെ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സ്നേഹമെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. എപ്പോഴാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, അവരിലുള്ള സ്നേഹത്തെ മാത്രം നിങ്ങൾ നോക്കിയിരിക്കുക, അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന കുറവുകൾ നിങ്ങൾ കാണൂല. ശരിയല്ലേ? സ്നേഹം വേറെയാണ്. സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പം സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന ആള് അത് തന്നെ ആയിരിക്കണം എന്നൊരു വാശി നമ്മൾ പിടിക്കും. അപ്പം അവർക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അതിന് വലിയ സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം തരുന്ന അമ്മയ്ക്ക് ഇനിയും നിനക്ക് ഭക്ഷണം തരണമെങ്കിൽ നിന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പോയിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവരണം. ഈ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന അമ്മയെ കാണാതെ ആ അമ്മ ഒന്ന് മാറുമ്പോഴേക്ക് എന്നെ ഇട്ടേച്ച് പോയേ, എന്നെ മൈൻഡ് ചെയ്യണില്ലേ, എന്നെ നോക്കുന്നില്ലേ എന്നൊരു കുട്ടി പറയുകയാണെങ്കിൽ അത് നോക്കി കാണുന്ന നമ്മളെന്താ പറയുക? വാവേ, കുഞ്ഞേ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് കുറച്ച് സമയത്തേക്ക് മാറി നിന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെ മാറിക്കാനുള്ള സ്പേസ് വരെ കൊടുക്കൂല. എന്തേ 2 മിനിറ്റ് വൈകിയേ? സാധാരണ 11:01 മെസ്സേജ് അയക്കുന്നതല്ലേ, ഇന്നെന്തേ 18:08 ആയത്? എന്ത് പറ്റി? എവിടെയായിരുന്നു? പറയ്. നിന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ, അങ്ങനെയല്ല, നിന്നെ സ്നേഹം കൊണ്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ കുറെ റിസർച്ച് ചെയ്തിട്ട് വരണം. ആ 8 മിനിറ്റ് ആ റിസർച്ചിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് ഏതെങ്കിലും റീഡിസൈൻ ചെയ്യേണ്ട റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് അതിനെ റീഡിസൈൻ ചെയ്യണമെങ്കിൽ ആ വ്യക്തികളിലേക്ക് നോക്കാതെ അവിടെ അനുഭവിക്കുന്ന സ്നേഹത്തെ എടുത്തിട്ട് ആ സ്നേഹത്തിൽ ധ്യാനിച്ചിട്ട് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയ സ്നേഹം കുറച്ച് സമയത്തേക്ക് അത് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോഴേക്ക് നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? അങ്ങനെ ആയിട്ട് നമ്മളെ മൈൻഡിൽ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. എന്ത് കാരണം കൊണ്ട്? സ്നേഹം എന്നൊരൊറ്റ കാരണം കൊണ്ട്. നമ്മൾ സ്നേഹിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് കുറച്ച് സമയത്തേക്ക് കുക്ക് ചെയ്യാനോ വേറെ എന്തിനോ മാറി നിന്നപ്പോഴേക്ക് എന്തായി? പണ്ടത്തെ ഒരു സ്നേഹം എന്നോടില്ല. പണ്ട് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഒന്നുമില്ല. ആള് മാറി. ആ ആള് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് മനസ്സിലേക്ക് കയറ്റുന്നതിനനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അയാൾ മാറി എന്ന് പറയാനുള്ള കാരണം? അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്നേഹം കിട്ടാതായതോടുകൂടി അയാൾ മാറി എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ, അയാൾ മാറി നിന്നാലും സ്നേഹം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ ധാരണ എന്താ? അങ്ങേരുണ്ടെങ്കിലേ ഈ സ്നേഹം ഉള്ളൂ എന്നാണ്. നിങ്ങൾക്ക് ഒരാൾ ഒരുപാട് സ്നേഹം തന്നു, ആ ആൾ മാഞ്ഞു പോയി. ഇപ്പോഴും ആ അവസ്ഥകളെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹം ഒരു ഫീലിംഗ് ആണ്, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പം എന്നാ 2 ഗ്ലാസ് സ്നേഹം എടുത്തോ എൻ്റെ എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഗൈഡ് ഇന്നലെ 2 ഗ്ലാസ് സ്നേഹം തന്നിരുന്നു, ഇന്ന് എനിക്ക് തരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ കുപ്പിയിലാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമാണോ ഇത്? അല്ല, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിലാണ് അതിൻ്റെ സത്ത കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റാതെ നമ്മൾ ഈ ജീവിതത്തെ മൊത്തം നോക്കിയിട്ട് അതിലില്ലാലോ ഇതിലില്ലാലോ അവിടെ ഇല്ലാലോ ഇതിലില്ല എന്ന് പറയുമ്പോൾ സ്നേഹം എവിടെയും പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തമ്പുരാൻ കൂടെയുണ്ടോ ഇല്ലേന്ന് സംശയമുണ്ടോ? സ്നേഹമാണ് തമ്പുരാൻ എന്നങ്ങ് ഉറപ്പിക്കുക. സ്നേഹം വേറെ, തമ്പുരാൻ വേറെ, അങ്ങനെ ഇല്ല. സ്നേഹം എന്ന അനുഭവം എന്താണോ അതാണ് അവൻ എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മാത്രമേ അവൻ സ്നേഹമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സ്നേഹത്തോടു കൂടി പറയല്ല, സ്നേഹമായിട്ട് അവൻ നിങ്ങളോട് പറയാണ്, നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട്. നീ എവിടേക്ക് പോകുന്നോ, wherever you go, I am there, I am with you എന്ന് പറയുന്ന സമയത്ത് wherever you go, I am there, I am with you എന്ന് പറയുമ്പോൾ ഗാദാജാമിൻ്റെ കഥ പറഞ്ഞാൽ ഗാഥ എവിടെ എന്ന് നോക്കിയിരുന്നാൽ കാണൂല, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ അനുഭവിക്കാൻ നോക്കണം, എങ്ങനെ അന്വേഷിക്കാൻ നോക്കണം? എവിടേക്ക് നീ ഉണ്ടോ അവിടേക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പം സ്നേഹമായവൻ പറയാണ്. സ്നേഹം കൊണ്ട് പറയല്ല,
സ്നേഹം തന്നിട്ട് പറയല്ല, സ്നേഹം തന്നെ നിങ്ങളോട് പറയാണ്, നീ എവിടെയൊക്കെ പോകുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പം നമ്മൾ രൂപങ്ങളിലേക്ക് നോക്കോ, വ്യക്തികളിലേക്ക് നോക്കോ, ഗിഫ്റ്റുകളിലേക്ക് നോക്കോ? ഒന്നിലേക്കും നോക്കൂല. പരിഗണനകളിലേക്ക് നോക്കോ? ഒന്നിലേക്കും നോക്കൂല. സ്നേഹം സ്നേഹമായി എന്നോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ് ഇവരിങ്ങനെ ചെയ്യുമ്പോഴല്ലേ അത് സ്നേഹമാകുന്നത് എന്നതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും സ്നേഹം എന്നും പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കച്ചവടമാണ്. ഒരു കഴിഞ്ഞ ഇതിന് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതിന് വന്നപ്പോൾ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇതാട്ടോ, ഓ ഇതൊക്കെ എന്തിനാണ്? അതൊന്നുമില്ല, നമ്മളൊരു സ്നേഹം. അതെൻ്റെ ഒരു സ്നേഹത്തിന് അല്ല ചടങ്ങിന്. സ്നേഹത്തിനല്ല ചടങ്ങിന്. അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ കഷ്ടമാകുമായിരുന്നു. അപ്പം പലപ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് ചടങ്ങുകളാണ്. ചടങ്ങിന് ചെയ്യുക. ഈ ചടങ്ങിന് വേണ്ടി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചടച്ചു പോകും. ആഴ്ചക്ക് കല്യാണം വന്നോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം, എന്നാലും കല്യാണം എന്ന് പറഞ്ഞാൽ ചടങ്ങാകുമ്പോൾ ഇനി ആ ഒരു ചടങ്ങ് ഫോൺ ചെയ്യും, വരണട്ടോ, പിന്നെ നമ്മളല്ലാണ്ട് വേറെ ആരാ വരാ, നമ്മളെ കുട്ടീൻ്റെതല്ലേ എന്ന് പറയും. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, പക്ഷെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചടങ്ങ് ആലോചിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ പേരിൽ കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്താല്ലേ. അത് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചടച്ചു പോകുന്നുള്ളതാണ്. ഇതുപോലെ തന്നെ സ്നേഹത്തെ പിടിക്കാതെ നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും വെറും ചടങ്ങായി പോകും. ഇനിയിപ്പോൾ അസറും കൂടി ഉണ്ട്, ഇശാ രാത്രി നമസ്കാരം അതും കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തത് കഴിഞ്ഞു. ഓ സമാധാനം. ചടങ്ങൊക്കെ തീർന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കിട്ടുന്നൊരു സുഖമല്ലേ? 4-5 ദിവസം ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞ് ഒരു സമാധാനമായി. ദാറ്റ് മീൻസ് തീരുമ്പം കിട്ടുന്ന സന്തോഷമാണെങ്കിൽ അതിൽ സ്നേഹമില്ല. ഉണ്ടോ? തീരരുതേ എന്ന് കൊതിക്കുന്നതിലാ സ്നേഹം. ആം ഐ റൈറ്റ്? ഇവിടുന്ന് പോവാൻ തോന്നണില്ല. ഇവിടുന്നോ? അത് വേണ്ട, പോണം. ഓക്കെ. അപ്പം ചിലയിടത്ത് തീരരുതേ, ചില പ്രാർത്ഥനകൾ അത് തീർക്കാൻ തോന്നൂല, നമുക്ക് സംസാരിച്ച് തീർക്കാൻ തോന്നൂല. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചടങ്ങാകുന്ന പ്രാർത്ഥന വേഗം മറ്റേ സ്വിച്ച് ഇട്ട് ഓഫ് ആണ പോലെ ഓണാക്കി ഓഫ് ആക്കണ പോലെ പരിപാടി. ദൈവമേ നമുക്ക് ചടങ്ങ് കഴിഞ്ഞ് തീർന്നപ്പോൾ ചെയ്തെന്നുള്ളൊരു സമാധാനം. നേരെ തിരിച്ച് സ്നേഹമാകുന്ന ആരാധന, സ്നേഹമാകുന്ന പ്രാർത്ഥന അതെങ്ങനെയാണ്? ഈ ചടങ്ങിലൊന്നായിരിക്കില്ല ചിലപ്പം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം, തമ്പുരാനെ നീ എന്തൊക്കെയാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ സല്ലപിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് എണീക്കാനേ തോന്നുന്നില്ല. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. ആ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിലാണ് എന്തുള്ളത്? സ്നേഹമുള്ളത്. ആരെങ്കിലും വിളിച്ചാൽ പോലും നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നൂല. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, മനസ്സോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇന്നിപ്പോൾ അങ്ങനെ കാണിക്കുക, അത്തരത്തിലുള്ളൊരു മനസ്സോടു കൂടി പോകുന്ന വല്ല സ്നേഹബന്ധങ്ങളും കാണണമെങ്കിൽ ഈ ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പത്തുള്ള എന്തോ എടുത്തൊക്കെ അമ്മ വിളിക്കണം. ഞാൻ അത് കണക്ട് ചെയ്യണ്ട, അതിനാണോ എൻ്റെ സ്നേഹമുള്ളത്? അപ്പോൾ നാളെ അതിൽ എത്ര നേരമായി അത് കുത്തിയിരിക്കണം, ഒന്ന് പോയിട്ട് ആ വീടൊന്ന് അടിച്ച് വാരിയെന്ന് പറഞ്ഞ സമയത്ത് നോ ഇതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ആകെ ഞാൻ സ്നേഹത്തിലായിരിക്കുന്ന നിമിഷം എന്നാ ഗൈഡ് പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഇങ്ങോട്ട് വരെ എല്ലാവരും കൂടി എന്നെ ഒന്ന് സ്നേഹിക്കാൻ. അപ്പം തീരരുതേ എന്ന് കൊതിക്കുന്ന, തീർന്നാലും ഇനിയും വേണമെന്ന് കൊതിപ്പിക്കുന്നതെന്തോ അതാണ് സ്നേഹം. അപ്പം സ്നേഹിച്ച് മതി വരാത്തത് നിങ്ങൾക്കറിയോ? അങ്ങനത്തെ സ്നേഹം കാണണമെങ്കിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്കത് ദർശിക്കണമെങ്കിൽ എങ്ങനെയാണോ സ്നേഹമായ തമ്പുരാൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് അത് ആലോചിക്കണം. മനുഷ്യരെ സ്നേഹിക്കുന്നതിനപ്പുറത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചവൻ അവരെ പരിപാലിക്കുന്നതിലൂടെ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. വല്ലാത്തൊരു ജീവിതമായി പോയി എന്ന് പറയുമ്പോൾ പോലും ഇന്നെ തെറി വിളിക്കായി, ഒരു മിനിറ്റ് തെറി വിളിക്കാൻ കുറച്ച് സാധനം കോർഡിനേഷൻ ചെയ്യണം. നിൻ്റെ ത്രോട്ട്, വോക്കൽ ബോക്സ്, മസ്കുലാർ കണക്ഷൻസ് ഇതൊക്കെ ഒക്കെ ഞാൻ എപ്പോൾ കോർഡിനേറ്റ് ചെയ്തത്, നീ വിളിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ തെറി വിളിക്കാനുള്ള അവസരങ്ങൾ പോലും വളരെ ഭംഗിയിൽ ഒരുക്കി തന്നിട്ട് വിളിച്ചോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതെന്തൊരു സ്നേഹം.
അങ്ങനെയെങ്കിലും നീൻ്റെ പേര് പറയണ്ടല്ലോ. എന്നെക്കൊണ്ട് വയ്യേ പഠിച്ചോനെ തമ്പുരാനെ, എന്നെക്കൊണ്ട് വയ്യേ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയെങ്കിലും എൻ്റെ പേര് വിളിക്കുന്നുണ്ടല്ലോ. ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചിലരെ പറ്റി പറയാറുണ്ട്, ഇവർക്ക് ചിലരോട് മൂത്ത സ്നേഹമായിരിക്കും, പക്ഷെ ഒരിട്ട് മൈൻഡേ ഉണ്ടായിരിക്കില്ല. അപ്പം എന്ത് ചെയ്യും? ചീത്ത വിളിക്കാനെങ്കിലും അവൾ എൻ്റെ പേരൊന്ന് വിളിക്കട്ടെ എന്ന കോലത്തിൽ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടെങ്കിലും വേദനിപ്പിച്ചിട്ടെങ്കിലും മടുത്തു പോകുന്ന അവസ്ഥയിലെങ്കിലും കുട്ടികൾ അടി കിട്ടിയാൽ ഉമ്മ എന്ന് വിളിച്ച് കരയണത് പോലെ അതുപോലെ മനുഷ്യന്മാർ പലപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്. ഈ വിളിപ്പിക്കുന്നതിന് പിറകിൽ എന്തുണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, അങ്ങനെയെങ്കിലും നമ്മുടെ സ്നേഹത്തോടുള്ള വിളി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രൗദ്രഭാവത്തിലോ ദേഷ്യഭാവത്തിലോ മടുപ്പിൻ്റെ ഭാവത്തിലോ ആണെങ്കിൽ കൂടി തമ്പുരാൻ അതൊക്കെ എങ്ങനെയാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതിലും സ്നേഹമാണ്. ഒരു സ്നേഹമുള്ള മനസ്സിനല്ലേ അങ്ങനെ പറ്റുള്ളൂ. എനിക്കൊരാളെ പെരുത്ത് ഇഷ്ടമാണ് വിചാരിക്കുക, അപ്പോൾ ആളെന്നെ പറ്റിയിട്ട് മാക്സിമം ഏഷ്യണി പരദൂഷണം വേറെ എന്തൊക്കെയുണ്ടോ ഗോസിപ്പ് തുടങ്ങിയ എല്ലാ സാധനവും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് അവരോട് അൺകണ്ടീഷണൽ ആവാം. അപ്പോൾ ആ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ വേറൊരാൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ അത് കേൾക്കുമ്പോൾ പറയാം, അതങ്ങനെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ടോണ് മാറ്റും. വല്ലാത്ത മനുഷ്യനാട്ടോ മൂപ്പര്, അതിൻ്റെ സ്നേഹം ഫീൽ ചെയ്തിട്ട് അങ്ങനെ ഒരു വല്ലാത്ത മനുഷ്യനാ കയ്യിലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കൂല. ചില ഉമ്മമാരുടെ അടുത്ത് മക്കളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ വല്ല എന്ത് പറഞ്ഞാൽ തലേ കയറില്ലല്ലോ. അവിടെ ആ റീഫ്രെയിമിങ്ങിലുണ്ട് സ്നേഹം, റൈറ്റ്? അത് ഞാൻ പറയുന്നത്, സ്നേഹം പഠിക്കണമെങ്കിൽ, സ്നേഹം അറിയണമെങ്കിൽ, സ്നേഹം പിടിക്കണമെങ്കിൽ, സ്നേഹം അനുഭവിക്കണമെങ്കിൽ സ്നേഹസന്നിധിയിലേക്ക് ചെല്ലണം. സ്നേഹമേ പറഞ്ഞാലും സ്നേഹമേ കനിഞ്ഞാലും സ്നേഹമേ മൊഴിഞ്ഞാലും നീ എന്താണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഏതൊക്കെയോ മനുഷ്യർക്ക് ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചം കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യവും സ്നേഹത്തിലാണ്. അവർ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അണുവാകുന്ന ആറ്റത്തിൻ്റെ ഉള്ളോട്ട് മുറിച്ച് കടന്നു ചെന്ന് നോക്കിയപ്പം ആ അണുവിൻ്റെ അകത്ത് കിടക്കുന്ന ന്യൂക്ലിയസ്, നമ്മൾ പറയുന്നു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഒരു സാധനം, അതിന് ചുറ്റിലും കറങ്ങുന്ന ഇലക്ട്രോണുകൾ, അങ്ങനെ പറഞ്ഞാൽ എന്താ, അതിൻ്റെ ചുറ്റിലും കറങ്ങുന്ന മറ്റേ സ്കൂളിൽ പഠിച്ച് ഇങ്ങനെ വട്ടം വരച്ച് കളിക്കുന്ന എന്തോ ഒരു സാധനം എന്ന് ചിന്തിച്ചോർത്ത് ഒരു സയൻസ് പഠിച്ച സ്റ്റുഡൻറ്റിന്, ഒരു കെമിസ്ട്രി പഠിച്ച സ്റ്റുഡൻറ്റിന് കെമിസ്ട്രിയിൽ കാണുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാകുന്നത് അതിൽ നിന്നുമാകുന്നു. ദ ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ. ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെയും അടിസ്ഥാനം അണുവാണ്, കണമാണ്, ആറ്റമാണ് എന്ന് ബുദ്ധിയിൽ കയറ്റി വെച്ചിരിക്കുന്നു. പക്ഷെ ആ ആറ്റം എങ്ങനെയാണ് ഒരു മാറ്റവും ഇല്ലാണ്ട് അതിനു ചുറ്റിലും ഒരുപാട് ഇലക്ട്രോണുകളെ ഒരു ലെവലേഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ്ട് ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് നോക്കിയാൽ അവിടെ ഹൃദയത്തിൻ്റെ ജ്ഞാനം കൊണ്ട്, സ്നേഹം കൊണ്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്തോ ഒരു പ്രഭാവലയത്തിലാണ്. ആ വലയമാണ് അവരങ്ങനെ നിർത്തിയത്. ഒരു കുഞ്ഞിന് ചുറ്റിലും എങ്ങനെയാണ് ഒരമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അടുക്കളയിലേക്ക് പോകാനുണ്ട്, പുറത്തേക്ക് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും ആ കുഞ്ഞിൻ്റെ റഡാറിൽ നിന്നും ആ അമ്മ മാറുന്നില്ല. ആ റഡാറിലേക്ക് പിടിച്ചു നിർത്തുമ്പോൾ കാണാൻ പറ്റാത്ത എന്തോ ഒരു സാധനം ഇല്ലേ. അതേ സമയത്ത് അടുത്ത വീട്ടിൽ ആരുടെയോ കുട്ടി അങ്ങനെ കിടന്നുറങ്ങുന്നു, നമ്മളത് ബാധിക്കുന്നേ ഇല്ല. അപ്പം എൻ്റെ കുട്ടിയുമായിട്ട് തമ്പുരാൻ ഒരു കണക്ഷൻ ഇട്ട് തന്നിരിക്കുന്നു. ആർക്കും കാണാൻ പറ്റാത്ത ഒരു അൺസീൻ ഫോഴ്സ്. അങ്ങനത്തെ കാണാൻ പറ്റാത്ത അൺസീൻ ന്യൂക്ലിയർ ഫോഴ്സാണ് പോലും ഇവരെ ഒരു ലെവലേഷൻ പോലും തെറ്റിക്കാതെ, കൂട്ടിയിടിക്കാതെ, കലഹങ്ങൾ ഉണ്ടാക്കാതെ ആ കുടുംബത്തെ, ആ അണുകുടുംബത്തെ, ആ ആറ്റത്തിലെ കുടുംബത്തെ ന്യൂക്ലിയസിന് ചുറ്റും ഭംഗിയിലായിട്ട് കറക്കുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തലകൊണ്ട് പഠിച്ച കെമിസ്ട്രി എന്ത് പറഞ്ഞു? ന്യൂക്ലിയർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നു. ആ ശക്തിക്ക് ഒരു ഭാവമുണ്ടെങ്കിൽ ആ ഭാവമാണ് പ്രപഞ്ച സ്നേഹം, പ്രാപഞ്ചിക സ്നേഹം. അതിൻ്റെ അകത്തും നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇതിൻ്റെ സൃഷ്ടാവ് ഒരു ബ്രില്യൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങളെല്ലാം കീറി മുറിച്ചില്ലേ? ഒന്നും കാണാൻ പറ്റിയില്ലേ? കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കീറി മുറിച്ചാൽ ആറ്റം കാണാം, കിഡ്നി കാണാം, കോശങ്ങൾ കാണാം, കലകൾ കാണാം, ടിഷ്യൂസ് കാണാം, ലിംഫ് സിസ്റ്റങ്ങൾ കാണാം, ഓർഗൻ സിസ്റ്റങ്ങൾ കാണാം, കാർഡിയോളജി കാണാം, എല്ലാം കാണാം. പക്ഷെ ഇതൊക്കെ വളരെ ഭംഗിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് ലെവലേഷൻ പോലും തെറ്റാതെ ഒരു ഗൈഡൻസിലായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഗൈഡൻസ് അവരെ ഫോളോ ചെയ്യിപ്പിക്കുന്നത് പട്ടാള ചിട്ടയല്ല.
തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ അംശം അതിലും ഒളിപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ഒന്നും കൂട്ടിയിടിക്കാതെ, നക്ഷത്ര സമൂഹങ്ങൾ കൂട്ടിയിടിക്കാത്തതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആറ്റത്തിൻ്റെ അകത്തുള്ള ഓരോ ഇലക്ട്രോണുകളും പരസ്പരം കൂട്ടിമുട്ടാതെ ചലിക്കുന്നതിൻ്റെ അകത്ത് പോലും ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ അൺസീൻ ഫോഴ്സാണ് എന്ത്? സ്നേഹം എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങളും, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുക്കൾക്കുള്ളിലും ഞാനെന്ന ശരീരം എടുത്തു നോക്കിയാൽ കോടാനുകോടി കോശ സമൂഹങ്ങളാണ്, കോശ കുടുംബങ്ങളാണ്. നമ്മൾ ബയോളജി പഠിച്ചിട്ടില്ലേ? ജീവശാസ്ത്രം പഠിച്ചില്ലേ? ജീവശാസ്ത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ജീവശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ശാസ്ത്രം കൂടി പഠിക്കണം. നമ്മൾ ജീവശാസ്ത്രം പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ കയറി പോണത് ജന്തുശാസ്ത്രത്തിലേക്കാണ്. ജന്തുക്കളാകരുത്. ജന്തുക്കളുമാകാം, നമുക്ക് ജീവികളുമാകാം. ജന്തു എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, പക്ഷേ ജീവനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ജീവി എന്ന് പറഞ്ഞാൽ ജീവന്റെ രഹസ്യം അറിഞ്ഞ് ജീവിക്കുമ്പോഴേ നമ്മൾ ആരാവുള്ളൂ? ജീവിയാവുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടേ നമ്മളൊരു സാമൂഹിക ജീവിയാകുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ പറയൽ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നേനു. അപ്പോൾ മിക്കവാറും സാമൂഹിക മൃഗമെന്നോ സാമൂഹിക ജന്തു, മിക്ക ആളുകൾക്ക് അത് മാച്ചിങ് ആണ്. കാരണം ഈ സ്നേഹത്തിൻ്റെ ചാലക ശക്തി കണ്ടെത്താതെ ഞാനും ജീവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ നിങ്ങളിൽ സ്നേഹം അനുഭവിക്കണം. നമ്മളൊക്കെ ഈ ലോകത്ത് കുറച്ച് സമയമെങ്കിലും ജീവിച്ച് നമുക്ക് മനസ്സിലാക്കലപ്പിയ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച നിമിഷങ്ങളാണ്. അവിടെ ഞാൻ ജീവിക്കായിരുന്നു. എല്ലാത്തൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കുക, മറവ് ചെയ്യുക. മരിച്ചാലല്ലേ മറവ് ചെയ്യുക. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം അത് ഞാൻ മരിച്ച നിമിഷങ്ങളായിരുന്നു, അതിനങ്ങ് മറവ് ചെയ്തേക്ക്, മറച്ച് വെച്ചേക്ക്, മണ്ണിട്ട് മൂടിയേക്ക്, അതെന്നെ ആരും ഓർമ്മിപ്പിക്കല്ലേ. എന്നാൽ ചില നിമിഷങ്ങളുണ്ട് അവിടെ നമ്മൾ സ്നേഹം അറിഞ്ഞു, ആസ്വദിച്ചു, സന്തോഷിച്ചു, ആനന്ദത്തിലായി, ആത്മന്ത ലഹരിയിലായി. ഈ അവസ്ഥകൾ കിട്ടിയ നിമിഷങ്ങളൊക്കെ ഒരിക്കലും മറക്കാതെ എന്നെന്നും ജീവിക്കുന്ന ഓർമ്മകളാകുന്നു. അപ്പോഴാണ് ചില ആൾക്കാർ വിട്ടുപോകുമ്പം നീ എന്നെ വിട്ടുപോയാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഏത് രീതിയിൽ എന്നെ ഇട്ടേച്ചു പോയാലും ആ സ്മരണകൾ എന്നിൽ എപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുമ്പം സ്നേഹമായി ജീവിക്കുന്നു. സ്നേഹത്തിന് മരണമില്ല. അതുകൊണ്ടാണ് റൂമി ചോദിച്ചല്ലോ, നിന്നെ അറിയാതെ എന്നെ മരിപ്പിക്കല്ലേ. ദൈവത്തോടാ ചോദിക്കണത്, നിന്നെ അറിയാതെ എന്നെ മരിപ്പിക്കല്ലേ. അപ്പോൾ ദൈവം തിരിച്ചു വരുന്നു, തമ്പുരാൻ തിരിച്ചു വരുന്നു, എന്നെ അറിഞ്ഞവർക്ക് മരണമില്ല. കാരണം എന്താ? ഞാൻ സ്നേഹമാണ്. സ്നേഹം സ്പർശിച്ചവർക്ക് പിന്നെ എന്തില്ല? മരണമില്ല. അതുകൊണ്ട് തന്നെയാണ് ജലാലുദ്ദീൻ റൂമി സ്നേഹത്തിൻ്റെ കച്ചവടക്കാരനായത്. സ്നേഹം വാരി വിതറുകയായിരുന്നു. റൂമി പറഞ്ഞു, ഞാൻ സ്നേഹമാണ്. കാരണം ഞാൻ അറിഞ്ഞ ദൈവം സ്നേഹമാണ്, ഞാൻ അറിഞ്ഞ മതം സ്നേഹമാണ്, ഞാൻ അറിഞ്ഞ മനുഷ്യർ സ്നേഹമാണ്, ഞാൻ അറിഞ്ഞ വേദം സ്നേഹമാണ്, ഞാൻ അറിഞ്ഞ ഗുരു സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ്, പ്രപഞ്ചം സ്നേഹമാണ്, സൂര്യൻ സ്നേഹമാണ്, മണ്ണ് സ്നേഹമാണ്, എല്ലാം സ്നേഹമാണ്. അപ്പം എല്ലാത്തിൻ്റെയും പ്രകാശമാണ് തമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ പ്രകാശം എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ പോയപ്പം പ്രകാശത്തെയല്ല ഞാൻ ദർശിച്ചത്, സ്നേഹത്തോളമുള്ള മറ്റൊരു പ്രകാശത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ സ്നേഹത്തിലായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് കളറുണ്ടെങ്കിലും കളറില്ലെങ്കിലും, വെളിച്ചത്താണെങ്കിലും ഇരുട്ടത്താണെങ്കിലും, മെസ്സേജിലാണെങ്കിലും, ഫോണിലാണെങ്കിലും, സൂമിലാണെങ്കിലും, സാന്നിധ്യത്തിലാണെങ്കിലും, അസാന്നിധ്യത്തിലാണെങ്കിലും നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ പ്രകാശം മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തിലായിട്ടിരിക്കാൻ എന്ത് ചെയ്യാം? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിലായിട്ടിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? അറ്റ് ദ മിനിമം സ്നേഹത്തെ സ്മരിക്കുക. സ്നേഹിക്കുന്നവരെയല്ല, എന്തിനെ സ്മരിക്കുക? സ്നേഹത്തെ സ്മരിക്കുക. ആരും സ്നേഹത്തെ സ്മരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം പറയും, ഒക്കെ ആ സ്നേഹം കൊണ്ട് സംഭവിച്ച, ഞാനിനി ആരെയും സ്നേഹിക്കാനില്ല. സ്നേഹത്തിന് എത്ര വേദന ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒക്കെ ആ സ്നേഹം കൊണ്ടാണ്, ഒക്കെ ഇങ്ങനെ എല്ലാവരും സ്നേഹിച്ചത് കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പം സ്നേഹത്തിൻ്റെ വേദന നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പം സ്നേഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പം സ്നേഹവും സന്തോഷത്തിലായിരുന്നു. അപ്പം സ്നേഹത്തെ വേദനിപ്പിക്കാതിരിക്കുക. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? സ്നേഹത്തെ വേദനിപ്പിക്കാതിരിക്കുക. സ്നേഹത്തെ വേദനിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കും. സ്നേഹം വരുമ്പോഴേക്ക് സ്നേഹത്തിൻ്റെ കേന്ദ്രത്തിൽ നമുക്ക് എന്ത് വരാൻ തുടങ്ങും? പ്രതീക്ഷകൾ വരാൻ തുടങ്ങും. നിങ്ങൾ ആ മനുഷ്യനെയാണ് കാണുന്നത്, നിങ്ങൾ എന്തിനെയല്ല കാണുന്നത്, ആ സ്നേഹത്തെയല്ല കാണുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആ സ്നേഹത്തിലേക്ക് നോക്കൂ. മനുഷ്യർക്ക് കുറവുകളുണ്ട്,
അബദ്ധങ്ങളുണ്ട്. സ്നേഹം സാധ്യമാക്കുന്നത് പോലുള്ള മാജിക്ക് മനുഷ്യന് തനിയെ സാധ്യമാക്കാൻ പറ്റൂല. അവരിൽ സ്നേഹം ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ അത് പറ്റുള്ളൂ. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഗൈഡഡ് ടോക്കിൽ ഇങ്ങനത്തെ സെഷനിൽ വന്നിരിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പം ഞാൻ കറക്റ്റ് ആൻസർ തന്നു, ക്വസ്റ്റ്യൻസ് റീഫ്രെയിം ചെയ്തു, ലൈവായിട്ട് റെഡിയാക്കി വിട്ടു. ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹാലിൻ്റെ അവസ്ഥയിലല്ലാത്തപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കേട്ടാ പിന്നെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും പറഞ്ഞുതരാട്ടോ, ആലോചിക്കട്ടോ എന്ന് പറയുമ്പോൾ ഞാനപ്പോൾ കണക്റ്റഡ് അല്ല. എന്നിട്ട് ഗൈഡ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തല്ലോ, എനിക്ക് മാത്രം പറഞ്ഞില്ല. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഗൈഡ് ഭയങ്കര ഇതാണ്, ഡിസ്ക്രിമിനേഷനാണ്. മൂപ്പര് ക്ലാസ്സിലിരുന്നിട്ട് അൺകണ്ടീഷണൽ ലവിനൊക്കെ പറ്റി പറയുന്നിട്ട് നമ്മൾ പോയിട്ടൊരു സംഭവം ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ അറിയണം, അവിടെയും സ്നേഹമുണ്ട്. കാരണം എന്താ, നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ഉത്തരം വേണമെങ്കിൽ ഒന്ന് കാത്തിരിക്കാനാണ് എന്നിലെ സ്നേഹം നിങ്ങളോട് പറയണത്. കാരണം എന്നിലെ സ്നേഹം അപ്പം ഓണല്ല. അതിനർത്ഥം എന്നോട് ചോദിച്ചവരോട് എനിക്ക് സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെ എടുക്കരുത്. ബട്ട് കമ്മിങ് ഹിയർ സംതിങ് ആക്ടിവേറ്റ്സ്. അപ്പോൾ അതിന് ഓരോ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സർജൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഇവിടെ ഒരു കുഴപ്പം നിങ്ങളൊന്ന് മുറിച്ചാണെന്ന് പറഞ്ഞാൽ അവിടെ വരട്ടെ നമുക്ക് സെറ്റാക്കട്ടോ. എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ജീവന് വിലയില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ആൾക്കാരെ സർജറി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് അവരെ ജീവിതം സന്തോഷത്തിലാക്കണം എന്ന് കൊതിച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തു തരാനേ എന്ന് പറഞ്ഞാൽ അവർ ആ വ്യക്തിയെ കണ്ടിട്ടുള്ളൂ, ഡോക്ടറെ കണ്ടില്ല. ഡോക്ടർ എപ്പോഴാണ് ഉണരുന്നത്, ഡോക്ടർ എപ്പോഴാണ് വരുന്നത്, ആ ഹീലിംഗ് അല്ലേ, അത് ഓണാവുന്ന കോണ്ടെക്സ്റ്റുകളുണ്ട്. ഷാഫി ഉണരുന്ന സമയം അവൻ്റെ അകത്ത് ഇഷ്ക് ഉണരുമ്പോഴാണ്. ശമനം, ഹീലർ ഉണരുന്നത് അവൻ്റെ അകത്ത് സ്നേഹം ഉണരുമ്പോഴാണ്. അമ്മയിൽ സദാസമയവും കുഞ്ഞുള്ളിടത്തോളം കാലം അമ്മയിൽ സ്നേഹം ഉണർന്നിരിക്കുക. അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം കുഞ്ഞിനെങ്ങനെ ഷിഫ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എന്താണ്, അമ്മയല്ല വിഷയം, അമ്മ എന്ന റോൾ എടുക്കുമ്പോൾ ഉണരുന്ന സ്നേഹമാണ് വിഷയം. ആ കുഞ്ഞിന് കിട്ടുന്ന ശമനം ഇതേ അമ്മ പോയിട്ട് ചിലപ്പം അടുത്തുള്ള സിസ്റ്ററിനോടോ വേറെ ഫ്രണ്ടിനോടോ പോയി നിന്നാൽ കിട്ടൂല. അത് ആ കുഞ്ഞിന് മാത്രം കിട്ടുള്ളൂ. കാരണം സ്നേഹം ഓണാകുന്നത് അമ്മയാകുമ്പോഴാണ്. ഇനി അതേ കുഞ്ഞിന് കിട്ടുന്ന ശമനം വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അമ്മ റിസർച്ച് ചെയ്യണം. എൻ്റെ കുഞ്ഞിന് മാത്രം ഞാൻ തലോടുമ്പോഴേക്ക് കരച്ചിൽ നിർത്തുന്നു, ഞാൻ പറയുമ്പോഴേക്ക് ആ കുഞ്ഞ് ഉദ്ദേശിച്ച പോലെ ചെയ്യുന്നു, വേണ്ട വിധത്തിൽ ഉറങ്ങുന്നു, ഞാനൊന്ന് തലോടുമ്പോഴേക്ക് പനി മാറുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മാജിക്. അപ്പോൾ ഇതിൽ എന്താണുള്ളത്? അമ്മ എന്ന റോൾ എടുക്കുമ്പോൾ ഇത് വരണുള്ളൂ, വേറെ റോൾ എടുക്കുമ്പോൾ വരണില്ല. അപ്പോൾ ഞാൻ അമ്മയാവുകയാണോ വേണ്ടത്? അമ്മയാവുക എന്നതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള എല്ലാവരും ഈ കുഞ്ഞിനെ പോലെ നീ കാണുമ്പോൾ നിൻ്റെ അകത്ത് എന്തോ ഒന്ന് ഉണരുന്നുണ്ട്, അൺകണ്ടീഷണൽ ലവ്. അതിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കും അതുപോലെ അത്ഭുതം കിട്ടുന്നു. നിന്റെ കുഞ്ഞിന് മാത്രമല്ല, കേട്ടിട്ടില്ലേ, അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏത് കാര്യങ്ങളും സാധ്യമാക്കാൻ പറ്റും. ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് പോലും അമ്മയുടെ പ്രാർത്ഥന. ചില്ലറ കാര്യമല്ല. ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ടല്ലോ അല്ലേ, മല കയറാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത് മൂസ എന്ന പ്രവാചകരുടെ കാലൊന്ന് വഴുതിയപ്പോൾ തമ്പുരാൻ അശരീരിയിലൂടെ പറയാണ്, മൂസ നീ ശ്രദ്ധിക്കണം, ഇപ്പോൾ നിന്റെ അമ്മയുടെ പ്രാർത്ഥന നിന്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പം നിങ്ങൾ എത്ര വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അമ്മമാർ ചിന്തിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. അതാ പറയുന്നത്, ചിന്തിക്കണം, ചിന്തിച്ച് പിടിക്കണം, അല്ലാണ്ട് അഹങ്കാരത്തിലായിട്ടല്ല പിടിക്കേണ്ടത്. അപ്പം ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാൻ വിചാരിച്ചാലേ നിനക്ക് മോക്ഷം കിട്ടുള്ളൂ, മര്യാദയ്ക്ക് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നിരുന്നേ എന്ന് പറയലല്ല അത്. അവിടെ അമ്മ പോയി, ആര് വന്നു? ഈഗോ വന്നു. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ന അമ്മ ഉണരുമ്പോൾ എൻ്റെ കുഞ്ഞിന് ശമനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ അമ്മക്കൊരു കാര്യം ആലോചിക്കാം, എൻ്റെ കുഞ്ഞിന് മാത്രമാണോ ഇങ്ങനെ ശമനം ഉണ്ടാവുക? ഈ പ്രാർത്ഥനയുടെ ഫലം, ശക്തി എനിക്ക് എവിടെ ഉപയോഗിക്കാം? എനിക്കായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ? എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത്, എങ്ങനെയാണോ അനുഭവിക്കുന്നത്, ആ കുഞ്ഞിലേക്ക് ചൊരിയുന്ന ആ സ്നേഹത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥ വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കൊതിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് കിട്ടും. ചില അമ്മമാരെ, മെജോറിറ്റി അമ്മമാരെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ആ ശക്തി കൂടുതൽ, സ്വന്തം കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അത്ര സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മളിലെ ഫെയ്ത്ത്, നമ്മളിലെ കമ്മിറ്റ്മെൻറ്റ്, നമ്മളിലെ ഡെഡിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോമിയുടെ അമ്മക്ക് ടോമിയെ തോമസ് ആൽവ എഡിസൺ ആക്കാൻ പറ്റുമെങ്കിൽ ടോമിയേക്കാളും ബുദ്ധി ഉണ്ടായിരുന്നു ടോമിയുടെ അമ്മക്ക് ടോമി കുട്ടിയായിട്ടിരിക്കുമ്പോൾ, ശരിയല്ലേ? എന്നിട്ട് തോമസ് ആൽവ എഡിസണ് ആ അമ്മക്ക് ഉണ്ടാക്കാൻ പറ്റി, ആ അമ്മയ്ക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമോ? ഒന്നും ആവാൻ പറ്റില്ല. കാരണം എന്താ? ആ സ്നേഹം, ആ ഡെഡിക്കേഷൻ
ടോമിയെ കാണുമ്പോഴേ ഉണരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ടോമിയെ തോമസ് ആൽവ എഡിസൺ ആക്കാൻ പറ്റിയത്. അതേ ഡെഡിക്കേഷൻ നമുക്ക് അമ്മയോട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ തോമസ് ആൽവ എഡിസണ് മുന്നേ ഇവർ വല്ല മാഡം ക്യൂറി ആകുമായിരുന്നു. എല്ലാവർക്കും അതിലുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയാക്കുന്നതിലൂടെ, സ്നേഹത്തിൻ്റെ കേന്ദ്രമാക്കുന്നതിലൂടെ ജസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം എന്തോ അത്ഭുതം സാധ്യമാക്കാനുള്ള ഒരിടമല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അമ്മയിലേക്കും കുഞ്ഞിലേക്കും നോക്കുന്നതിനപ്പുറത്തേക്ക് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് സഞ്ചരിക്കുന്ന ആ മാജിക് എന്താണ്, അത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും അത് എടുത്തിട്ട്, അതൊരു ക്വാളിറ്റിയാണ്, അതൊരു ഗ്രേസാണ്, അതൊരു ഗിഫ്റ്റാണ് ബീങ് എ മദർ എന്നുള്ളത്. അതെടുത്തിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ ഉപയോഗിക്കണോ അവിടെയൊക്കെ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ പ്രെയർ ഓഫ് എ മദർ. അപ്പോൾ പുരുഷന്മാർക്ക് സങ്കടമാണ്, നമുക്ക് ഇതിനൊന്നും ചാൻസ് കിട്ടിയില്ലല്ലേ എന്ന്. അപ്പോൾ ആ സ്ത്രീകൾക്കൊരു സമാധാനം, നമ്മളെ ചില്ലറക്കാരൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ. ഇതിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുമോ, എന്തിനാ മൂപ്പർക്കൊന്ന് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മദേഴ്സ് ഡേയിലെ സെഷനിൽ അത് പറഞ്ഞതാ. സ്നേഹത്തിൻ്റെ വിഷയം വന്നപ്പം ഞാൻ പറഞ്ഞതാ, അമ്മ എന്ന അവസ്ഥ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു ടീച്ചറുടെ അകത്തുണ്ട്, പക്ഷെ സ്നേഹത്തിലായിട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പം ആ ടീച്ചറിൻ്റെ അകത്തുനിന്നും എന്തൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടാനുള്ള ഏറ്റവും നല്ല വജ്രായുധം എന്താ, എൻ്റെ ശിഷ്യരോടൊപ്പം ഇരുന്ന് സ്നേഹത്തിലായിക്കൊണ്ട് അവർക്ക് അറിവ് പകർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്നിലെ സ്നേഹം ഇങ്ങനെ നിർഗളിക്കുന്നത് അനുഭവിക്കുമ്പം അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു ഹീലിംഗ് മൊഡാലിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. 2021 സമയത്ത് എങ്ങനെയാണ് ആദ്യത്തെ ആൽക്കെമിസ്റ്റ് സെഷൻ നമ്മൾ നടത്തുന്നത്. അതിൻ്റെ കഥ ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞു, എങ്ങനെയാണ് ആദ്യത്തെ ആൽക്കെമിസ്റ്റ് സെഷൻ നടത്തുന്നത്. അപ്പം അന്ന് എനിക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ ദിവസം ഉറങ്ങുമ്പോഴും, മാസങ്ങളോളം ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ആകെയുള്ള ഒരേ ഒരു പ്രാർത്ഥന, ഒരു ദിവസമെങ്കിലും ഈ നെഞ്ചത്തിങ്ങനെ പെട്ടപ്പെടിച്ചുകൊണ്ടിരിക്കുന്ന, പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഇതില്ലാണ്ട് ഒരു ദിവസം ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചോനെ, അതാണ് ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വർഗം. അതേ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് എന്നെ തന്നെ ശമിപ്പിക്കാൻ, എനിക്ക് എന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുമാർ എന്നെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ, ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഞാൻ മറന്നു പോകുന്നു ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ നോക്കാം, ഇതെന്താ തൊട്ട് മുന്നേ വരെ ഭയങ്കര സ്ട്രെസ്സാണ്, ഇതിലേക്ക് അങ്ങ് കയറിയപ്പോൾ വേറെ ഏതാ യൂണിവേഴ്സ് കയറിയ പോലെ. സോ വാട്ട്സ് ഹാപ്പനിങ്? ഞാനൊരു കാര്യം മനസ്സിലായി, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന എൻ്റെ കർമ്മം, അതാണ് എൻ്റെ പർപ്പസ്. ചിലർക്കത് പാരൻറ്റിങ് ആകാം, ചിലർക്കത് ടീച്ചിങ് ആകാം, ചിലർക്ക് എന്തുമാകാം അത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് മതിമറന്ന് മുഴുകിയും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ് എടുക്കലാണെങ്കിൽ അവിടെയാണ് ഞാൻ സ്നേഹം അനുഭവിക്കുന്നതും അതിൽ നിന്നാണ് അതെന്നെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നതും. ഞാൻ പോലും അറിയാത്ത ജ്ഞാനങ്ങൾ, ചിന്തകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ കഴിവോ അല്ല, എനിക്കെന്തോ ഉണ്ടായിട്ടല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അവർക്കുള്ളിലെ സ്നേഹം കൂടി ഉണരും. അപ്പോൾ പൈസ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കും. അതുകൊണ്ടാണല്ലോ GT നമ്മൾ ഇത്രയും കാലം എടുത്തോണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഇടയിൽ അപ്പോൾ പ്രീമിയം ഫ്രീ ആയിട്ട് തരുമോ? നിങ്ങൾ ഇടയിൽ കൂടെ ഉണ്ടാക്കരുത്, അതാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്. അപ്പം ആരും വന്നിട്ടില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും, എത്ര തിരക്കാണെങ്കിലും എത്ര തിടുക്കാണെങ്കിലും, എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വരെ ഞാൻ കൈ ടോക്ക് എടുത്തിരുന്നു രാവിലെ. ഇല്ലേ? യെസ്, ബിക്കോസ് നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല. എന്നാൽ പെയ്ഡ് ക്ലാസ് ആണെങ്കിൽ എല്ലാവരും ഫീസ് അടിച്ചാ കൊടുക്കണ്ടേ? അങ്ങനെയല്ല, ആരുമില്ല. എപ്പോഴെല്ലാം ഓഫ്ലൈൻ ആയത് ഓൺലൈനാണ്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴും നമ്മൾക്ക് ഏതൊരു ശക്തി എന്ത് തന്നെ വന്നാലും അത് വിട്ടിട്ടൊരു കളിയില്ല എന്ന് തോന്നുന്നത്, അത് നമ്മൾ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ പട്ടാളച്ചിട്ട് ഞാൻ വളരെ ഡിസിപ്ലിൻഡ്, അതുകൊണ്ട് ഞാനിത് ചെയ്യും, ആ ഒരു തേങ്ങയല്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. എത്ര ആൾക്കാരുണ്ട് ഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞ് കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്യുന്നത് പറഞ്ഞ് കുറേ കാര്യം തുടർച്ചയായിട്ട് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് അതിൽ റിസൾട്ട് കിട്ടാത്ത എന്താ അറിയോ നിങ്ങൾക്ക്? അതിൽ സ്നേഹം വന്നിട്ടില്ല. നിങ്ങൾ ശീലമാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിട്ടയായിരിക്കണം, ശീലത്തിലായിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് സ്നേഹം എന്ന ഡിസിപ്ലിൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര ചിട്ടയിൽ ചെയ്തിട്ടും കാര്യമില്ല. ചിട്ടയിൽ ചെയ്യുന്നു എന്നുള്ളൊരു സുഖം ഉണ്ടാവും, വേറൊന്നുമില്ല. ഐ വാസ് തിങ്കിങ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി ആ സംഭവം, ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ മറന്നു പോകുന്നു, ഒരു വേദനയും നമ്മൾ അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് കൂടുതൽ ഉന്മേഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ക്ഷീണ വരണ്ടേ, അതിനപ്പുറത്തേക്ക് നമുക്ക് ഉന്മേഷം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
എൻ്റെ കഴിഞ്ഞ 2-3 ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യാഴം വെള്ളി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പ്രീമിയം മെൻറ്റീസിൻ്റെ ഗ്യാതറിങ്, അത് കഴിഞ്ഞ് വ്യാഴാഴ്ച രാത്രി ജി സി കഴിയുമ്പോൾ 11 മണി, അടുത്ത ദിവസം രാവിലെ 6:30, വെള്ളിയാഴ്ച രാവിലെ 6:00 പ്രീമിയം മീറ്റപ്പ്, അത് 10:30 കഴിയുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഇരുന്നിട്ട് അടുത്ത സെഷനിൽ കയറുന്നു. അന്ന് രാത്രി വരെ വെള്ളിയാഴ്ച രാത്രി ജി സി, അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ സീക്കേഴ്സ് മീറ്റപ്പ്. ഉച്ചയ്ക്ക് 1 മണിക്ക് നിർത്തേണ്ടത് ക്വസ്റ്റ്യൻ ചോദിച്ച് 2 മണിക്ക് നിർത്തിയിട്ട് ഒരു 1.5-2 മണിക്കൂർ നമ്മൾ ബ്രേക്ക് എടുത്തപ്പോഴേക്ക് വീണ്ടും ഇന്നലെ റൂമിനായിട്ട് രാത്രി 9:30 റൂമിനായിട്ട് കഴിഞ്ഞ്. എന്നിട്ടും കുറച്ച് ആൾക്കാർ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പോകാണ്ട് ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിന്ന് കഥ പറഞ്ഞ് എല്ലാവരും പോയിട്ട് ലാസ്റ്റ് നമ്മൾ ഊട്ടി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് 11 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നിരിക്കുക. ഇന്ന് വരുമ്പോഴേക്കും എൻ്റെ വെച്ച് ഇന്ന് 12 മണി വരാം, ഇനി 1 മണി വരെയാണ്. അപ്പം ഒരു അമ്മ കുഞ്ഞിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷീണം വരുമെങ്കിൽ കൂടി അതൊക്കെ മറന്നുപോലേ. അതുപോലെ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്നേഹം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എത്ര കാലം വരെ വേണമെങ്കിലും ഐ എം ഹാപ്പി ടു ടേക്ക് GT, ബിക്കോസ് അത് നിങ്ങൾക്ക് വേണ്ടി എന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്തോന്ന് ആസ്വദിക്കുന്നു അതിൽ. ഞാൻ നിങ്ങളെ ഒന്നല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, ഐ എം എക്സ്പീരിയൻസിങ് ദ ലവ്. ആ ലവ് വിസ്ഡമായിട്ട് ഒഴുകുന്നത് കാണുമ്പം അത്ഭുതം കൂടി നിൽക്കുന്നു. അങ്ങനെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുത്താൻ പാകപ്പെടുത്തിയെടുക്കുന്ന എന്തോന്ന്, അതാണ് സ്നേഹം. സ്നേഹമില്ലാത്ത പ്രാർത്ഥന, അതിൽ അത്ഭുതമില്ല. സ്നേഹം തന്നെ പ്രാർത്ഥനയാണ്. സ്നേഹത്തിലാവുക എന്നത് തന്നെ പ്രാർത്ഥനയാണ്. സ്നേഹത്തിലാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് പോലും അവിടെ ഒരു ആവശ്യമില്ല. അതാണ് സൈലൻസിനുള്ള പ്രയർ. സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ നിശബ്ദരായി പോകുന്നു, ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. നാളെ പോകുമ്പോൾ ലിസ്റ്റ് ഇട്ട് പോകാം. നാളത്തെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചവനോട് ഇതൊക്കെ ചോദിക്കണം. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ തുടങ്ങല്ലേ പരിപാടി. പിന്നെ ഇത് റെഡിയാക്കി തരണം, ഇതൊരു ചാൻസ്, ഇത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല നെഗോസിയേഷൻ, മര്യാദയ്ക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കി തരണം എന്ന പോലത്തെ നെഗോഷിയേറ്റ് ചെയ്യാനിരിക്കുന്നു. എന്നാൽ ഈ പ്രഭാത സമയങ്ങളിൽ സരസ്വതി യാമത്തിലേക്ക്, ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 7 ആകാശത്തിനപ്പുറത്തിരിക്കുന്ന തമ്പുരാൻ 1 ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദാറ്റ് മീൻസ് പ്രകൃതികളോട് ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കിടക്കാൻ താല്പര്യപ്പെടാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അവിടെ ലവ് വന്നു കഴിഞ്ഞാൽ, ലിസ്റ്റ് ഉണ്ടാക്കലല്ല, സ്നേഹം വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ലിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങുമ്പോഴത്തേക്ക് ആ കാറ്റം കടിക്കുമ്പോഴത്തേക്ക് മറ്റോ പറഞ്ഞാൽ ഓളെ അങ്ങോട്ട് കണ്ടാ സാറേ എന്ന് പറഞ്ഞ പോലെ ഒക്കെ മറന്നോ, ചോദിക്കാനുള്ളതൊക്കെ മറന്നോ, ഒന്നും ചോദിക്കുന്നില്ല. കുറേ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ ആ സ്നേഹത്തിൽ അങ്ങ് വീണുപോയി. അപ്പോൾ ചിലരെ മൂവിയിലെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ, ഇല്ല ഹലോ എന്തേ, അതാ കാറ്റടിച്ചപ്പോഴത്തേക്ക് ഞാൻ വീണുപോയി, ഞാനതിൽ മുഴുകിപ്പോയി. സ്നേഹം നിങ്ങളെ നിശബ്ദമാക്കും. നിങ്ങൾക്ക് മറ്റൊരാളുമായി നിങ്ങൾ അതിയായ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് എന്തൊക്കെയോ പറയാണ്ട് കിട്ടുന്നില്ല, മനസ്സിലാവുണ്ടാവല്ലോ അല്ലേ, അത് പിന്നെ വേറെ ഈ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് അത് നമ്മളെ സ്പീച്ച്ലെസ് ആക്കും, വാക്കുകളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാക്കും. അപ്പോൾ എന്തായിട്ട് മാറും, ആ അവസ്ഥയിൽ സ്നേഹത്തിൻ്റെ സംഭാഷണം എന്നത്, സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ, വാക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നാവിലൂടെ വരാൻ ശ്രമിക്കണതൊന്നും ഹൃദയത്തിൽ അനുഭവിക്കുന്നതായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നില്ല. ഇതല്ല വേണ്ടത്. ഒരു കവി ചോദിക്കുന്നുണ്ട്, മലയാളത്തോട് ചോദിക്കാണ്, മലയാളത്തിലെ പദഗാഥയെ എനിക്ക് കുറച്ച് വാക്കുകൾ കടം തരോ, ഞാനൊരാളെ പ്രണയിക്കുന്നു, മീമെന്നൊന്നിനെ ഞാൻ പ്രണയിക്കുന്നു, അതിനൊന്ന് വർണ്ണിക്കാൻ മലയാളമേ നീ എനിക്ക് കുറച്ച് വരി തരുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മളെന്താ പറയുക, ഭ്രാന്ത്. മലയാളത്തിൽ തന്നെ മലയാളം അറിഞ്ഞുകൊണ്ട് മലയാളത്തിനോട് പോയി ചോദിക്കാം, മലയാളമേ കുറച്ച് പദഗാഥ തരുമെന്ന്. എന്ത് തോന്നിവാസം അത്, എനിക്ക് വിവരമില്ല എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ പറയാനുള്ള കാര്യം എന്താ, എനിക്കറിയാവുന്ന മലയാളം കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടൂല എന്നുള്ളതാണ്. അപ്പം മലയാളം പോലും ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോൾ മലയാളം ഈ കവിയോട് പറയാണ്, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ എൻ്റെ മോനേന്ന്. അപ്പം മൂപ്പര് എന്നാൽ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പം പറയാണ്, ഞാൻ പ്രണയിക്കുന്ന പൂമാനാകുന്ന, സ്നേഹത്തിൻ്റെ കേന്ദ്രമാകുന്ന, ഞാൻ സ്നേഹിക്കുന്ന പൂമാനാകുന്ന ആ മീം എന്താണ് അതിൻ്റെ പ്രത്യേകത, അത് പൂക്കളെക്കാളും, പൂക്കൾ സൗരഭ്യം പൊഴിക്കുന്നത് പോലെ എനിക്ക് സൗരഭ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പം ഒരു അശരീരി പോലെ എന്തോന്ന് കേൾക്കാം. മുമ്പ് ഉള്ളിൽ ഇങ്ങനെ, ആ കവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണ്ടുകളൊക്കെ വന്നിട്ട് ഇതെന്താ സംഭവം. അപ്പോൾ വണ്ടുകളോട് ചോദിക്കുക, നിങ്ങളെന്താ എൻ്റെ അടുത്ത് വന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടുകൾ പറയാണ്, ഞാൻ കഴിഞ്ഞ തവണ ഒരു പൂവിൻ്റെ അടുത്ത് തേൻ ശേഖരിക്കാൻ പോയപ്പം ആ പൂവ് എന്നോടൊരു പരാതി കത്തായിട്ട് തന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ പറഞ്ഞു. എന്നോടോ, എന്ത്, വണ്ടിനെന്ത്,
എന്താ വേണ്ടേ നിനക്ക് എന്നോട് പറയാതെ? എൻ്റെ പരാതിയല്ല, പൂവിൻ്റെ പരാതിയാണ്. എന്താ പൂവ് പറഞ്ഞത്? ഇനി മേലാൽ മൂപ്പര് പറഞ്ഞില്ലേ, മൂപ്പരെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ പൂവിനെ പോലെ സൗരഭ്യം പൊയ്ക്കാന്ന്, അതിനൊന്നും നമ്മളായിട്ടില്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന പൂവാണ് ഞാൻ. എന്നൊന്നും വെച്ചിട്ട് അത്രയും വലിയ സ്നേഹകേന്ദ്രത്തെ വർണ്ണിക്കരുത് പറയണോ? അപകടമാണ് ഇത്, ഞാൻ ശാസനെ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പം തന്നെ കവി പറഞ്ഞു, ഞാൻ പെട്ടുപോയല്ലോ, ഞാൻ ഇനി എങ്ങനെ എഴുതും മല്ലയ്യ, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇതാണ് കവിത അല്ലേ? ഈ കവിതയിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. വാക്കുകൾ മതിയാവൂല. എന്നാൽ നമുക്ക് വാക്കുകൾ മതിയാവാണ്ട് വരില്ല മിക്കവാറും ഒരാളെ തെറി വിളിക്കുമ്പോഴാണ്. അതൊന്നും പറഞ്ഞാൽ പോരാ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ ഉള്ള പോലത്തിൽ അവിടാണത് വരാം. അപ്പം രൗദ്രഭാവത്തിൽ, ക്രോധഭാവത്തിൽ, നാറിൻ്റെ ഭാവത്തിലാണ് നമ്മളതിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കവി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഞാനിത് പറഞ്ഞു തീർക്കാന്ന്. പൂക്കളുടെ ശാസന മനസ്സിലേക്ക് വരാം. അപ്പം അതുകൊണ്ട് പറ്റൂല അല്ലേ? എന്നാലൊരു കാര്യം ചെയ്യുക, ഈ സ്നേഹം വിതറുന്ന, വെളിച്ചം വിതറുന്ന പൂർണ്ണചന്ദ്രൻ, ആ ചന്ദ്രനെ പോലെ വിളങ്ങുകയാണ് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹകേന്ദ്രം എന്നൊന്ന് എഴുതി വെക്കട്ടെ. അങ്ങനെ എഴുതാൻ തീരുമാനിച്ചപ്പോൾ, അങ്ങനെ എഴുതി വെച്ചപ്പോൾ അടുത്ത ദിവസമുണ്ട് വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. വല്ലാത്ത പരാതിയിലാണ്. എന്താണ് ആ പരാതി? ആ കവിയുടെ അശരീരിയായിട്ട് എത്തിയിരിക്കുന്നത്, വെളിച്ചം കാറ്റിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ട് ആ കാറ്റ് വന്നിട്ട് ഇയാളുടെ കാതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചന്ദ്രൻ ഒരു പരാതിയുണ്ട്. എന്താ പരാതി? മേലാൽ അത്രയും വലിയ സ്നേഹത്തെ എന്നോട് ഉപമിക്കരുത് എന്ന് പറയണം. കാരണം എൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാലേ കട സാധനമാണ്, കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കടയാണ് ഞാൻ. ഇത് വെച്ചിട്ട് അത്രയും വലിയ ആളെ ഉപമിക്കരുത്. അപ്പം അങ്ങനെ ഒരു പരാതി ഉണ്ട്. കാരണം അപ്പം ചോദിച്ചു, അപ്പം നിങ്ങളുടെ വെളിച്ചം ശരിക്കും എവിടുന്നാ കടെടുത്ത്? അപ്പം അത് സംഭവമായിരിക്കുമല്ലോ, അത് സൂര്യനിൽ നിന്നും കടം കൊണ്ടതാ. സൂര്യൻ കടം തന്ന വെളിച്ചം കൊണ്ട് ഞാനിങ്ങനെ കത്തിയിരിക്കണം, അപ്പം അതുകൊണ്ട് എന്നെ വെച്ച് പറയരുത്. നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കും, പക്ഷെ നമുക്ക് ഇതൊന്നും കത്തൂല. നമുക്ക് എന്താ കത്താ? ട്യൂൺ അടിപൊളിയാ അല്ലേ, BGM സെറ്റാ അല്ലേ, ഇത് നമ്മുടെ സാധനം. അതിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്തുള്ള സ്നേഹം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരു BGM ഇല്ലെങ്കിലും വരികളില്ലെങ്കിലും നമ്മൾക്ക് നല്ല BGM സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാകണം. അത് പറഞ്ഞാൽ സൈലൻസിലാണ് സ്നേഹത്തിൻ്റെ ആഴമുള്ളത്. കുറച്ച് BGM ഇട്ടാലേ സ്നേഹം ഫീൽ ചെയ്യുന്നതാണെങ്കിൽ അത് തട്ടിപ്പാ. സ്റ്റാറ്റസ് ഇട്ടുന്ന സാധനമൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് BGM ഉണ്ടെങ്കിൽ എന്നിട്ട് അതിൻ്റെ കൂടെ സ്നേഹമല്ലാതെ വേറൊന്നുമില്ല, എല്ലാവരും നമ്മെ തനിച്ചാക്കി പോകും, നീയലുകളും നമ്മളെ തനിച്ചാക്കുന്നു, ഞാൻ മാത്രം ബാക്കി ടൂടൂ. അപ്പം അങ്ങനെ ആ വരി എന്നല്ല തട്ടി. എന്താ തട്ടിയത്? BGM. ഇറ്റ് ഈസ് എൻ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. അത് ഏതുപോലെയാണ്? ഓള കളിക്കാൻ പോകുമ്പോൾ പൾസറും 220 അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ലുക്കിൽ പോകുമ്പോൾ ഇങ്ങനെ വളയ്ക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടിട്ടാണ് ഓള് വീണത്. പിന്നെ മനസ്സിലാണത് ഈ BGM ഒന്നും ഇല്ലെങ്കിൽ ഇവരെന്താണ്, അയ്യോ ഒക്കെ പുട്ടിയായിരുന്നു. അപ്പോഴാണ് നമ്മളറിയാം ഇതിൻ്റെ തോട് പൊളിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല. എന്നാൽ ഞാൻ പറയുന്നു, സ്നേഹം എന്നതിന് ഒരു മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഒരു മോടി പിടിപ്പിക്കലിൻ്റെയോ ഒരു ചടങ്ങിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ അത്രത്തോളം ഫ്രീഡം കൊടുക്കും. ഈ വന്നീലേ അല്ലേ പരിപാടിക്ക്, അതുകൊണ്ട് പിണങ്ങൊന്നുമില്ല, അറിയാം ഞാൻ വെച്ചിക്കണ്, എനിക്ക് എപ്പോഴുള്ളൊരു കളിയാണ് വിളിച്ചു, ഓക്കെ അണ്ടർസ്റ്റാൻഡ്, വി ഗേവ് ദാറ്റ് ഫ്രീഡം. നമ്മളെ ചീത്ത വിളിക്കാം, നമ്മളെ വേദനിപ്പിക്കാം, നമ്മളെ ഫോണിൽ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കാം, ഒക്കെ ഓക്കെയാണ്. കാരണം എന്താ? അവർക്കറിയാം എങ്ങനെയാണെങ്കിലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സുഹൃത്തിനല്ലേ. നമുക്ക് വേണ്ട സുഹൃത്താരെ വെച്ചാൽ എന്താ? ചിലപ്പോൾ ഞാൻ മൂഡ് സെറ്റായിരിക്കില്ല, അപ്പോൾ ചിലപ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ എനിക്ക് അതിന് എത്തിച്ചേരാൻ, അങ്ങനെ ഉള്ള ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ. അപ്പോൾ നമ്മളൊരു അവരാകുമ്പോൾ അവരുടെ കാര്യത്തിൽ എനിക്കൊരു ചടങ്ങുകളുടെ കോപ്രായത്തിൻ്റെ ഒപ്പിക്കലിൻ്റെ ഒരു ആവശ്യമില്ല, ദേനോ എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ബന്ധത്തിലാണ് നമ്മൾ ബന്ധനമില്ലാത്ത സ്നേഹം ആസ്വദിക്കണമെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് സദാസമയം നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് സ്നേഹമായ തമ്പുരാൻ. ഒരു പരാതിയും ഇല്ലാണ്ട്, ഒരു കണക്ഷനും ഇല്ല, ചീത്ത വിളിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും സ്മരിച്ചിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ദൈവത്തെ സ്മരിക്കുന്നതിനെ പറ്റിയിട്ട്, ജപം ചൊല്ലുന്നതിനെ പറ്റിയിട്ട്, മന്ത്രം ജപിക്കുന്നതിനെ പറ്റിയിട്ട്, വിക്റ് ചൊല്ലുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയാണ് ഇങ്ങനെ വിക്റൊക്കെ ചൊല്ലുമ്പോഴാണ് നമ്മൾ നാമജപമൊക്കെ ഉരുവിടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഓർക്കണത് എന്ന്. എന്നാൽ ദൈവം നമ്മൾ ഓർക്കണതോ?
സദാസമയവും. നമുക്ക് തോന്നുമ്പോഴൊക്കെ ഓർക്കുന്നുള്ളൂ. നമ്മളെ ഓരോരുത്തരെയും സദാസമയം ഓർത്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ? ശ്വാസമുള്ളപ്പോൾ ഒക്കെ. നിങ്ങൾ ദൈവത്തിൻ്റെ ഗൈഡൻസിലാണോ? പഠിച്ചവൻ്റെ ഗൈഡൻസിലാണോ? അപ്പോൾ പഠിച്ചവൻ നമ്മളെ പറ്റി ഓർമ്മ ഉള്ളതുകൊണ്ടല്ലേ ഇത് നോക്കേണ്ടത്. ഏതുപോലെ ഒരു ഉമ്മ കുഞ്ഞിൻ്റെ അടുത്തില്ല എന്നതിനർത്ഥം ആ കുഞ്ഞിനെ നോക്കുന്നില്ല, സ്മരിക്കുന്നില്ല എന്നാ. ആ ഉമ്മ കിടന്നുറങ്ങുമ്പോൾ പോലും ആ ഉമ്മയുടെ ഏതോ ഒരു ബോധത്തിൽ ആ കുഞ്ഞിൻ്റെ ദിക്റുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് കണ്ണുറക്കുമ്പോഴേക്കും ഉമ്മ ഉണർന്നു പോണേ. റൈറ്റ്? ഇതാണ് സ്മരണ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പറ്റി ഭയങ്കര കെയർഫുൾ, അതിനെപ്പോഴും ആലോചിച്ചിരിക്കും. എന്നിട്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ കുട്ടി തൊട്ടിലുണ്ട്, എൻ്റെ കുട്ടി തൊട്ടിലുണ്ട്, അടിക്കുമ്പോൾ എൻ്റെ കുട്ടി തൊട്ടിലുണ്ട്, മറക്കാതിരിക്കാൻ. ഇതാണോ സ്നേഹം? ഇതാണോ സ്മരണ? അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധനായവൻ 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 പരിശുദ്ധനായവൻ. ഇതാണോ ശരിക്കുള്ള സ്മരണ? ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കുള്ളിൽ അത് അറിയാൻ പറ്റുന്ന അവസ്ഥ. അങ്ങനെയാണ് സ്നേഹം കൊണ്ടുള്ള സ്മരണ. സ്നേഹത്തിൻ്റെ സ്മരണയില്ലാണ്ട് നാവ് കൊണ്ടുള്ള ജപം, സംസാരങ്ങൾ മാത്രമാകുമ്പോൾ അതൊരു മോടി പിടിപ്പിക്കലായിട്ട് മാത്രമേ മാറുള്ളൂ. അത് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന സംഭവിക്കുമ്പോൾ, സ്നേഹത്തിൽ നിന്നും പ്രാർത്ഥനയല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. സ്നേഹാഭ്യർത്ഥനയല്ലേ? സ്നേഹം ദർശിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ അഭ്യർത്ഥന, പ്രപ്പോസ് ചെയ്യൽ, നമ്മൾ അങ്ങനെയുള്ള പ്രപ്പോസലാകണം. അല്ലാണ്ട് പ്രോബ്ലത്തിൻ്റെ പ്രപ്പോസലല്ല. സ്നേഹത്തിൻ്റെ വിൽ യു മാരി മീ എന്ന് ചോദിക്കും പോലെ റൂമി ഒരു പ്രപ്പോസൽ നടത്തുന്നുണ്ട്. എന്താ നടത്തുന്നത്? ഞാനൊരു പ്രപ്പോസൽ അങ്ങോട്ട് വെക്കാം. ഒരു ഹുക്കാണ്. മറ്റാൾ ചോദിച്ച പോലെ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മയുടെ പേരക്കുട്ടിയെ നോക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കും പോലെ. അത് ആർട്ടിസ്റ്റിക് അല്ലേ? അങ്ങനെയല്ല. അല്ലാണ്ട് നീ ആരെങ്കിലും ഒരാൾ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ എന്ത് പ്രപ്പോസലാ, പോരാ. അങ്ങനെ ആവും. അതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ അഭ്യർത്ഥന സംഭവിക്കുമ്പോൾ അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. നമ്മൾ ആ സ്നേഹത്തിൻ്റെ അഭ്യർത്ഥന കണ്ടിട്ട് പടച്ചോൻ എന്ത് ചെയ്യണം? യെസ് പറയണം. നിങ്ങൾ അങ്ങനെ പ്രപ്പോസ് ചെയ്തിരിക്കണോ? നമ്മൾ കടയിൽ പോയിട്ട് പ്രപ്പോസൽ എടുക്കും, വൈകുന്നേരം നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ചേക്കണം, ഇപ്പോൾ വരാം. എന്നിട്ട് നാളും എണ്ണി കാത്തിരിക്കുകയാണ്. Day 1, Day 2, Day 3. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ ഹൗ കഴിഞ്ഞ് ഇതെന്ന് തീരും, 5, 6, 7, 8 ഇങ്ങനെ ടിക്കിട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അറിയാം 21 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞത്. ഡെലിവറി ബോയ് എപ്പോഴാണ് വരാം? കടയൊന്നും കറക്റ്റ് എത്തൂല, ടൈമിന് ഇത് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ സ്നേഹം കൊണ്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രപ്പോസലാണ് സ്നേഹത്തിൻ്റെ പ്രപ്പോസലായിട്ട് റൂമി ചെയ്യണത്. റൂമി എന്താ ചെയ്തറിയോ? റൂമി ചോദിക്കുകയാണ്, പടച്ചോനെ നമുക്കൊരു കളി ആയാലോ? ആ എന്താ കളി? നമുക്ക് ചെസ്സ് കളിക്കാം. ചെസ്സ് കളിച്ചിട്ട് നീ എങ്ങാനും തോറ്റാൽ യു ആർ മൈൻ. മനസ്സിലായല്ലേ? യു ആർ മൈൻ. ഇൻ കേസ് ഞാൻ പൊട്ടാണെങ്കിൽ, ഞാൻ പൊട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ, അഥവാ ഞാൻ പൊട്ടാണെങ്കിൽ നീ എടുത്തോ. സംഭവം പൊട്ടുന്ന ഉറപ്പാ. പക്ഷെ അവിടെ എന്താ ഉള്ളത്? അതാണ് സ്നേഹാഭ്യർത്ഥന. പല ആൾക്കാർക്കും പ്രാർത്ഥനയിൽ ഈ സ്നേഹാഭ്യർത്ഥന എന്താന്ന് തന്നെ അറിയില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അസ്തഗ്ഫിറുല്ലാ, പഠിച്ചവനോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശിവ ശിവ എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാ, പഠിച്ചവനോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പടച്ചോൻ എന്ന് പറഞ്ഞാൽ മറ്റേ കളിമണ്ണോണ്ട് പടച്ച് വെച്ച, അച്ചുണ്ടാക്കി വെച്ച കുളത്തിൽ അതിങ്ങനെ പറഞ്ഞു തീർത്താലാണ് പഠിച്ചോൻ്റെ കണക്ഷൻ കിട്ടാന്നുള്ളത്. ബി ഫ്രീ. സ്നേഹം ഈ ഉറച്ച മാതൃകകളെ എന്താക്കും? ഒന്ന് അലിയിക്കും. അലിവുണ്ടാവും, നമ്മുടേതായ രീതികളുണ്ടാവും. അപ്പോഴാണ് അങ്ങനെ സ്നേഹ സംഭാഷണങ്ങൾ, ആരൊക്കെയോ നടത്തിയ സ്നേഹ സല്ലാപങ്ങൾ, ദൈവവുമായി നടത്തിയ സ്നേഹ സംഭാഷണങ്ങൾ, അതാണ് പിന്നീട് ഏറ്റവും നല്ല ആസ്വദിക്കപ്പെട്ട പ്രാർത്ഥനകളായി മാറിയത്, കവിതകളായി മാറിയത്. നമ്മൾ ബോളിവുഡിലൊക്കെ കേൾക്കുന്ന കുറേ നല്ല റൊമാൻറ്റിക് സോങ്ങുകളൊക്കെ ശരിക്കും അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല. കുറേ കാലം മുന്നേ ഇതുപോലത്തെ മിസ്റ്റിക്സ് ആയിട്ടുള്ള, മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ അവസ്ഥകളിൽ ഇരുന്നിട്ട് സ്നേഹ സല്ലാപത്തിലിരിക്കുമ്പം അവരെ മനസ്സിന് ഒഴുകി വന്ന് ദൈവത്തോടുള്ള അഭ്യർത്ഥനകൾ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുമ്പോൾ ഓരതിലാ പറയുന്നത്. നമ്മൾ നോക്കുമ്പോഴോ അവർ കേൾക്കുമ്പോൾ ഐ ആം യു, യു ആർ മീ എന്ന് റൂബി ആരോടാ പറഞ്ഞത്? ഞാനും നീയും ഒന്നാണ് എന്ന് തൻ്റെ സൃഷ്ടാവിനോട് ചേർന്നിരുന്നാ പറഞ്ഞത്. അത് കോപ്പി അടിച്ചിട്ട് അടർത്തി എടുത്തിട്ട് കോപ്പി അടിച്ചിട്ട് എനിക്കൊന്ന് പരീക്ഷ ഉണ്ട്. ഏതാ പരീക്ഷ? ഇന്ന് രാത്രി പുതിയൊരു സാധനം അയക്കണോ? അപ്പോൾ അതിൽ ഐ ആം യു, യു ആർ മീ. പൊളി. സോ വി ആർ കോപ്പിങ് തിങ്സ്.
കോപ്പി ചെയ്തത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള രസം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം സ്നേഹം എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ മോടികൾ, അതിൻ്റെ പുറംതോടുകൾ ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ എന്ത് ബാക്കിയാകുന്നു? അതാണ് സ്നേഹം. ഒരു മനുഷ്യൻ അവൻ്റെ സത്തയിലേക്ക് അവൻ്റെ സത്ത എന്താണെന്ന് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അവൻ്റെ കണ്ണ് മാറ്റി, അവൻ്റെ കാത് മാറ്റി, അവൻ്റെ ശരീരം മാറ്റി, അവൻ്റെ ഓർഗൻസ് മാറ്റി, ഇതൊക്കെ മാറ്റുമ്പോഴും അവനെന്താ അതിലെത്തിയിട്ടില്ല. എൻ്റെ കൈ മാറ്റിയാൽ ഞാൻ പോയോ? ഇല്ല. എൻ്റെ ഏത് ഉപകരണം പോയിട്ടോളൂ. എൻ്റെ കണ്ണെടുത്ത് കളഞ്ഞാൽ ഞാൻ പോയോ? എൻ്റെ ഫോണ് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പോയിന്നാ? അല്ലല്ലോ. ഇപ്പോൾ പോണ വയ്ക്ക് സിയാസിൻ്റെ കൈ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പം നിങ്ങളറിയാം കൈയുടെ അത് പോകണമെന്ന് അറിയോ? എടാ കൊണ്ടുപോലയുടെ കൈഡിൻ്റെ കൈ അത് അഞ്ഞില്ലേ, ഒരു കണക്ഷൻ കിട്ടൂല എന്നാ പറയാ. അപ്പോൾ എൻ്റെ കൈ ഒരാൾ കൊണ്ടേ, അത് കണ്ടപ്പോൾ റിഞ്ചൊക്കെ ഒരു എന്നാൽ ഞാൻ കാലും കൊണ്ടോട്ടെ. അപ്പോൾ കാലെടുത്തിട്ട് ഒരാൾ കൊണ്ടേ, അപ്പോഴെന്താ പറയുക ഗൈഡിൻ്റെ കാല നീ കൊണ്ടുപോകണമെന്ന് അറിയും അല്ലേ? കാത് കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി, നാവ് കൊണ്ടുപോയി, ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഉപകരണം കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോഴൊരു ചോദ്യം ഉണ്ട്, അപ്പോൾ ഗൈഡ് എവിടെ? എല്ലാ സാധനവും പോയല്ലോ, ഗൈഡ് എവിടെ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ അന്വേഷിച്ച് നോക്കുകയാണെങ്കിലും എല്ലാം ഒഴിവാക്കി പോയാൽ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മളറിയും ഞാൻ എന്നാൽ ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? ദിവ്യജ്ഞാനം. ദിവ്യജ്ഞാനം എന്തിലാണുള്ളത്? സ്നേഹത്തിലാണ്. ഞാനും നിങ്ങളെല്ലാവരും എന്താണ്? ജീവിക്കുന്ന സ്നേഹമാണ്. ജീവിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ ഉത്തുംഗപദത്തിലെത്തുമ്പം നീ എൻ്റെ ജീവനാകുന്നു എന്ന് പറയുന്നത്. എന്നല്ല പറയാം, എൻ്റെ ജീവനാണ് നീ. ജീവനാണ് നീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജീവനെ കണ്ടുക്കണോ? പക്ഷെ നമുക്കറിയാം ജീവനാണ് ഏറ്റവും വലുത് അല്ലേ? അപ്പം ഒരാൾക്ക് നമ്മൾ സമർപ്പിക്കുമ്പം ഒരാളെ സ്നേഹത്തിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിലെത്തുമ്പം ഞാനും നീയും വെവ്വേറെ അല്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ചാവാനും തയ്യാറാണ്, എൻ്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ ജീവനിലാണ് സ്നേഹത്തിൻ്റെ സത്ത കിടക്കുന്നത്. അപ്പോൾ ഒരാൾ ജീവനെ അറിയുമ്പോൾ, അതായത് പ്രാണനെ അറിയുമ്പോഴാണ്, പ്രാണനെ രുചിക്കുമ്പോഴാണ് പ്രാണനാഥനെ ഭുജിക്കുന്നത്. നമ്മുടെ പ്രാണനൊന്ന് ടച്ച് ചെയ്താൽ, നമുക്കുള്ളിലെ സോൾ, നമ്മളിലെ പ്രാണനൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളറിയും ആരാണ് പ്രാണനാഥൻ. അപ്പോഴാണ് ജീവനെ പ്രാണനെ തൊടുന്നതിലൂടെയാണ് പ്രാണനാഥൻ്റെ നാദം നമുക്ക് കേൾക്കാൻ പറ്റുക. ആ നാദമാണ് പുറത്തേക്ക് സ്നേഹത്തിൻ്റെ അഭ്യർത്ഥനകൾ എന്നതുപോലെ ഒഴുകുന്ന കവിതകളായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് എക്സ്പ്രഷൻസ്. ഇപ്പോൾ കാമ്പുള്ള വാക്കായിട്ട്, സ്പർശനമുള്ള വാക്കായിട്ട് നിങ്ങൾ പറയുന്നത് ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പം നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ആളുകളിൽ ചലനം ഉണ്ടാകണമെങ്കിൽ റൂമി വരുന്നു, സ്നേഹത്തിലായി ചെയ്യുക. അത് ഏത് ഉറച്ചതിനെ എന്താക്കി മാറ്റും? ഫ്ലൂയിഡിലേക്ക് ആക്കി മാറ്റും. വാളും കൊണ്ട് വെട്ടാമെന്ന ആളാണെങ്കിൽ പോലും നിങ്ങളിരിക്കുന്നത് സ്നേഹത്തിലാണെങ്കിൽ അവർക്ക് ഒരു നേരത്തേക്കൊന്ന് പോസ് ചെയ്തിട്ട് മാറി ചിന്തിക്കേണ്ടി വരും. സ്നേഹം ഈ മരുഭൂമിയിലെ മരുപ്പച്ച പോലെയാണ്. ഈ മരുഭൂമിയിൽ മരുപ്പച്ചയിൽ അഭയം പ്രാപിച്ച ആൾക്കാരുണ്ട്. അവിടേക്ക് വെള്ളം കിട്ടും. മരുഭൂമിയുടെ ഒരു പ്രശ്നം മരുപ്പച്ചയെ ബാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നും, ഇത്രക്കും വിശാലമായി കിടക്കുന്ന മണൽക്കാട്ടിൻ്റെ നടുക്ക് ഒരു മരുപ്പച്ച വന്നിരിക്കുന്നു. അവിടെ പച്ചപ്പുണ്ട്, കിണറുണ്ട്, വെള്ളമുണ്ട്, ജീവനുണ്ട്, ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. അവിടേക്ക് ആളുകൾക്ക്, കൊള്ളക്കാർ പോലും വന്ന് ആക്രമിക്കില്ല. മരുപ്പച്ചയെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമമെങ്കിൽ ഈ പ്രകൃതി എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സ്നേഹത്തിൻ്റെ വലയത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ മരുഭൂമിയിലെ മരുപ്പച്ചയിൽ അഭയം പ്രാപിച്ചവരെ പോലെയാണ്. ആർക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? നശിപ്പിക്കാൻ പറ്റൂല, ആക്രമിക്കാൻ പറ്റൂല. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ കിണഞ്ഞ് ശ്രമിച്ചാലും നിങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സത്തയാകുന്ന സത്യത്തിൻ്റെ വെളിച്ചം കൊണ്ട്, പ്രകാശം കൊണ്ട് അവരുടെ ഒക്കെ ഹൃദയത്തിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഒരു ശത്രുവിനെ മിത്രമാക്കാനുള്ള ഏക മരുന്ന്, ഏക ആയുധം സ്നേഹമാണ്. എത്ര പേരായിരുന്നു ഗുരു സന്നിധിയിലേക്ക് പലരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാകുന്ന ഗുരുവിനെതിരെ കല്ലെറിഞ്ഞത്, ചീത്ത വിളിച്ചത്, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് അല്ലേ, മുള്ളിൻ്റെ വഴികൾ ഒരുക്കിയത്, അങ്ങനെയൊക്കെ പലരും ചെയ്തിട്ട് കൂടി ആ ഗുരു സന്നിധിയിലേക്ക് എത്തിയപ്പോഴേക്ക്, ആ സ്നേഹവലയത്തിലേക്ക് എത്തിയപ്പോഴേക്ക് അവർക്കൊക്കെ മാറ്റി പറയേണ്ടി വന്നു. ഒരിക്കൽ ഗുരു ഇങ്ങനെ നടന്നു പോവാണ് പോലും. നടന്നു പോകുന്ന സമയത്ത് അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലോ, ഒരു പാവം ഗ്രാൻഡ്മയാണ്. ആ ഗ്രാൻഡ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കണം കണ്ടപ്പം ഗുരു ചെന്നിട്ട് എന്ത് ചെയ്തു? ആ അമ്മക്ക് കഷ്ടപ്പാട് നീക്കി കൊടുക്കാണ്ട് ഈ കൂടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുപോയി തരാം അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ അങ്ങനെ നടക്കാം. കുറേ നടന്നപ്പോൾ ആ അമ്മയ്ക്ക് ആ സ്നേഹം ഫീൽ ചെയ്തു. ആ സഹായത്തിനെത്തിയ ഗുരുവിൻ്റെ സ്നേഹം ഫീൽ ചെയ്തു. അപ്പോൾ അമ്മ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കാം, മോനെ നീ ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ ഒരു അക്രമിയായിട്ടുള്ള വൈകേടിലാക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചേക്കണേ, അവൻ്റെ കെണിവലയിലൊന്നും നീ പോയി വീഴരുതെന്ന്. അപ്പം ഈ ഗുരു പറയാണ് അമ്മയോട്, അമ്മ പറഞ്ഞ ആ കെണിവലയിലാക്കുന്ന ആൾ ഞാനാണ് അമ്മേ.
എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അമ്മക്ക് എന്താ ഫീൽ ചെയ്യണത്? ആയിരുന്നോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഗുരു എന്ന് പറഞ്ഞാൽ രൂപത്തിനപ്പുറത്തേക്ക് സ്നേഹമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. സ്നേഹം ശത്രുവിനോടൊപ്പം നടന്നു, എന്നിട്ട് ശത്രുവിനും ഹിദ്മത്ത് ചെയ്തു, സേവനം ചെയ്തു, സേവ ചെയ്തു. അത് ചെയ്തതോട് കൂടിയിട്ട് ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുന്ന അത്ഭുതം. അപ്പോൾ ഗുരു എന്താന്ന് ചോദിച്ചാൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഗുരു സ്നേഹമാണ്. ഗുരു അനുഭവം എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ റൂമിനേറ്റിൽ അത് മുഴുവനും പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, വരാത്തൊക്കെ നഷ്ടപ്പെട്ടു. സ്നേഹം കൊണ്ട് പറയാം, സ്നേഹം കൊണ്ട് കുത്തിക്കൂടെ? ഇന്നലെ രാത്രി എന്ത് രസമായിരുന്നു. ഇല്ലേനല്ലോ, വലിയ കാര്യത്തിൽ അറിയണോ ഇന്നാക്കുണ്ടല്ലോ. യു മിസ്ഡ് ഇറ്റ്. ബിക്കോസ് ഗുരു അനുഭവം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. അപ്പോൾ ആ സ്നേഹത്തിലിരുന്നിട്ട് ഗുരു അനുഭവത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്നലെ ഞാൻ പാടിയ ഒരു പൂതിക്ക് ഇന്നലത്തെ കഷ്ണം തരാം. ആ പുഞ്ചിരിക്കെന്തൊരു ചേല. എല്ലാവർക്കും ആ പുഞ്ചിരിയിലെ ചേല് കാണാൻ പറ്റൂല, സ്നേഹത്തിലാകും മാത്രം. ആ ചേല് കാണാൻ എന്ത് ഹാല, ആ ഹാല് പറയാനറിയില്ല, അത് മധുരത്തെ വർണ്ണിക്കും പോല. ആ പുഞ്ചിരിക്കെന്തൊരു ചേല, ആ ചേല് കാണാൻ എന്ത് ഹാല, ആ ഹാല് പറയാനറിയില്ല, അത് മധുരത്തെ വർണ്ണിക്കും പോല. മധുരം കിട്ടിയോ? ചെറിയ കഷ്ണം. ഇന്നലെ ഫുള്ള് ജ്യൂസായിരുന്നു ഇവിടെ. കുറച്ച് കഷ്ണം വേണമല്ലോ. ഇതുപോലെയാണ് സ്നേഹത്തിൻ്റെ അനുഭവം. ഈ പറഞ്ഞു വെച്ച മുഴുവൻ, ഞാൻ സ്നേഹത്തെപ്പറ്റി സംസാരിച്ചത് മുഴുവൻ ഈ 4 വരിയിലുണ്ട്. അതാ പറഞ്ഞത്, പുഞ്ചിരി ശമനമാകുന്നു, ഹൃദയം അറിഞ്ഞുള്ള പുഞ്ചിരി ശമനമാകുന്നു. ഗുരു പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ ഗുരുവിൻ്റെ പുഞ്ചിരി എന്തായിരുന്നു? ശമനമായിരുന്നു. കാരണം ഹൃദയം അറിഞ്ഞിട്ടാണ്, സ്നേഹം അറിഞ്ഞിട്ടാണ് പുഞ്ചിരിച്ചത്. അപ്പോൾ ആ പുഞ്ചിരി കണ്ടവർക്ക് എന്താ തോന്നിയത്? ആ പുഞ്ചിരിക്കെന്തൊരു ചേല. ചേല് മാത്രമല്ല, മൊഞ്ച് മാത്രമല്ല, ആ മൊഞ്ചിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു ഹാലാണ്. ആ ചേല് കാണാൻ എന്ത് ഹാല. അവിടെ തീർന്നോ? സ്നേഹത്തിലായിപ്പോയി. ആ ഹാല് പറയാനറിയില്ല, അത് മധുരത്തെ വർണ്ണിക്കും പോല. അതെന്താന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറയാൻ പറ്റാത്ത നിസ്സഹായത ഈ 4 വരി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതെന്താണെന്നുള്ളത്. അതാണ് പറയാതെ പറയുക. ഇതാണ് സ്നേഹം, ഇങ്ങനെയാണ് സ്നേഹം. അതാണ് സ്നേഹത്തിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞത്, സ്നേഹത്തിൽ മുഴുകണം, സ്നേഹത്തിൽ മുങ്ങണം എന്ന് പറഞ്ഞത്. സ്രോതസ്സിലേക്ക് നോക്കാതെ സ്രോതസ്സിൽ നിന്നും ഒഴുകുന്ന ഉറവ എന്താണ്, ആ ഉറവയാണ് സ്രോതസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ സമയമായതുകൊണ്ട് നമ്മൾ നിർത്തുന്നു. പിന്നെ അടുത്ത വീക്കിലേക്കുള്ള ഗൈഡഡ് ടോക്കിൽ ഇതുപോലെ ലൈവായിട്ട് ഓഫ്ലൈനായിട്ട് വരാനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിലുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്താൽ, ഫസ്റ്റിന് രജിസ്റ്റർ ചെയ്താൽ പ്രിയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് വരാൻ വേണ്ടി പറ്റുക. അപ്പോൾ രജിസ്റ്റർ ചെയ്താൽ വേഗം നിങ്ങൾക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ വൈകിട്ട് തീരുമാനം എടുത്താൽ അപ്പോഴേക്ക് സീറ്റ് ഫുൾ ആക്കിയാണെങ്കിൽ, ഇന്നലെയും കുറേ പേര് പോണില്ല എവിടെ നിന്നൊന്നും, അവിടെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നാളെ വരും, ഞാൻ മാത്രം എങ്ങനെ വരാണ്ടിരിക്കാന്നൊക്കെ ചോദിച്ചിട്ട് പലരും പരാതി പറഞ്ഞാലും. അപ്പം നേരിട്ട് വരുന്നെങ്കിൽ നേരത്തെ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും, നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത് ഗുണകരമാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ റെക്കോർഡിങ്സ് എന്തായാലും യൂട്യൂബിലുണ്ടായിരിക്കും, അത് കാണാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.